കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? ഉടനെ തുറന്നടിച്ചിട്ട് പറഞ്ഞു, എടാ ഫാത്തിഖു ഹുറുമാത്തില്ലാ വഖാതിലു ഔലിയാഇല്ലാ, അല്ലാഹുവിന്റെ ഔലിയാക്കളെ കൊല്ലുന്ന, അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ നിഷേധിച്ച് കളയുന്ന ഭരണാധികാരിയാണ് നീ, ധിക്കാരിയാണ്. സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പോൾ ഈ ഭരണാധികാരി കലിതുള്ളിയിട്ട് പറഞ്ഞു, അന്ത ശഖീയ് ഇബ്നു കസീർ. സഈദ് ഇബ്നു ജുബൈർ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം ധീരനായ വിജയി എന്നാണ്. അപ്പോൾ ഈ രാജാവ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞു, അന്ത ശഖീയ് ഇബ്നു കസീർ, നീ ഭീരുവായ നീ പരാജിതനാണ്. ഉടനെ മാനവர்கள் ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ ഉമ്മ എന്നെ പേര് വെച്ചത് സഈദ് എന്നാണടാ. ഇത് പറഞ്ഞപ്പോ മഹാനവറുകളെ കൊല്ലാൻ അങ്ങ് കിടത്തി, ഖിബിലയ്ക്ക് നേരെ തലചരിച്ച് കിടത്തിയപ്പോ മഹാനായ സഈദ് തങ്ങൾ പറഞ്ഞു, അൽഹംദുലില്ലാഹ് ഫലനുവല്ലിയന്നക ഖിബലതൻ തർളാഹാ. ചിരിച്ചുകൊണ്ട് ഖുർആൻ ഓതുകയാണ്. അപ്പൊ ഇയാൾക്ക് സുഖിച്ചില്ല. ഇയാൾ പറഞ്ഞു, മഹാനവറുകളെ തിരിച്ചങ്ങ് കിടത്താൻ. അപ്പൊ മഹാനവറുകൾ പറഞ്ഞു, ഐനമാ തുവല്ലൂ ഫതമ്മ വജ്ഹുല്ലാഹ്, അല്ലാഹു തന്നെ, എനിക്ക് ബേജാറില്ല, എന്നാൽ കമഴ്ത്തി കിടത്തിക്കോ. അപ്പൊ മഹാനവറുകൾ പറഞ്ഞു, അല്ലാഹുവിന്റെ ഭൂമിയും ആകാശവും തന്നെ. ആ മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ കൊന്നുകളഞ്ഞു. സഈദ് ഇബ്നു ജുബൈർ തങ്ങളെ ഇളകിയില്ല. അത്രയും വലിയ ഈമാനിന്റെ ഉടമയായ സഈദ് ഇബ്നു ജുബൈർ തങ്ങൾ 2 രാത്രി കൂടുമ്പോ ഖുർആൻ ഒരു പ്രാവശ്യം ഖത്മാക്കിയ മഹാനാണ്. പിന്നീടോ വലീദ് ബിൻ അബ്ദുൽ മലിക് എന്ന ഭരണാധികാരി 3 ദിവസം കൂടുമ്പോൾ ഒരു ഖത്മ തീർത്ത മഹാനാണ്. വകീഅ ഇബ്നുൽ ജറാഹ് എന്നവരോ ഒരു രാത്രിയിൽ ഒരു ഖത്മും 3-1 ഖുർആനും ഓതിയ മഹാനാണ്. ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോയേക്കാം. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. ആരാണ് ഇമാം ബുഖാരി തങ്ങളെന്നറിയുമോ? അസ്ഹഹുൽ കുതുബി ബഅദ കിതാബില്ലാഹ് സഹീഹുൽ ബുഖാരി. അല്ലാഹുവിന്റെ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും അംഗീകരിക്കപ്പെടുന്ന ഗ്രന്ഥം. ചില ആളുകൾ ചോദിക്കും, ഇത് ഖുർആനിലുണ്ടോ അത് ഖുർആനിലുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അവരോട് ഞാൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു നീതിമാനാണെന്ന് ഖുർആനിലുണ്ടോ? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു നീതിമാനാണെന്ന് ഖുർആനിലുണ്ടോ? സഹീഹുൽ ബുഖാരി തെളിവാണെന്ന് ഖുർആനിലുണ്ടോ? പ്രത്യക്ഷത്തിൽ അത് കാണിച്ചു തരാൻ സാധ്യമല്ല. പിന്നെ ഇമാം ബുഖാരി അംഗീകരിക്കുന്നത് ഏതടിസ്ഥാനത്തിലാണ്? ലോക മുസ്ലിംകളുടെ മുഴുവനും ഏകോപനം. സഹീഹുൽ ബുഖാരി അംഗീകരിക്കുന്നത് ഏത് മാനദണ്ഡത്തിലാണ്? ലോക മുസ്ലിംകളുടെ മുഴുവനും ഏകോപനം. അതേ ഏകോപനം കൊണ്ട് തന്നെ ഇമാം ശാഫിഈ അംഗീകരിക്കപ്പെടേണ്ട നേതാവാണ്. അതേ മാനദണ്ഡം കൊണ്ട് തന്നെ 4 മദ്ഹബിൽ ഒരു മദ്ഹബ് അംഗീകരിക്കേണ്ടതാണ്. അതേ പ്രമാണം കൊണ്ട് തന്നെ 4-1 മദ്ഹബിനെ സ്വീകരിക്കൽ നിർബന്ധമാണ്. അപ്പോൾ ഇമാം ബുഖാരി തങ്ങൾ നീതിമാനാണെന്നതിന് തെളിവ് മുസ്ലിം ലോകത്തിന്റെ ഏകോപനമാണ്. ഇജ്മാഉൽ ഉമ്മത്തി വൽ ഇമ്മാ. ആ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു വലിയ മുതലാളിയുടെ മകനായിരുന്നു. അതോടൊപ്പം തന്നെ വാപ്പ വലിയ മുഹദ്ദിസായിരുന്നു. വമ്പം മുതലാളിയുടെ മകനാ. പക്ഷേ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു 7-8 ഹദീസുകൾ വാപ്പയിൽ നിന്ന് നിവേദനം ചെയ്തിട്ടുണ്ട് എന്ന് താരീഖുൽ ഇമാമുൽ ബുഖാരിയിൽ കാണാം. ആ ബുഖാരി ഇമാമിന്റെ വാപ്പ വലിയ മുതലാളിയാ. മകൻ എന്ത് ചെയ്തു? ആ പൈസ കൊണ്ട് മുഴുവൻ ഉപയോഗിച്ച് ഇൽമു പഠിച്ച് അവസാനം മഹാനവറുകൾ ഒരു യാത്രയിൽ ഭക്ഷണം കഴിക്കാനില്ലാതെ പച്ചില വരെ കഴിച്ച് ജീവിച്ചിട്ടുണ്ടെന്ന് ഇമാം ബുഖാരി തങ്ങളുടെ ചരിത്രത്തിൽ കാണാം. അപ്പോൾ വമ്പം മുതലാളിയും ആലിമുമായ വാപ്പയുടെ മകൻ. പക്ഷേ ഇമാം ബുഖാരി തങ്ങളുടെ ജീവിതം മുഴുവനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന് വേണ്ടി അങ്ങ് ഒഴിഞ്ഞു വെച്ചപ്പോൾ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും അംഗീകരിക്കപ്പെടുന്ന ഗ്രന്ഥത്തിന്റെ ഉടമയാണ് ഇമാം ബുഖാരി. മഹാനവറുകൾ പകൽ ഒരു ഖത്മാണ്, രാത്രിയിൽ 3 ദിവസം കൂടുമ്പോൾ ഒരു ഖത്മാണ്. അങ്ങനെ ഖുർആൻ ഓതിയ മഹാനാണ് ഇമാം
ബുഖാരി. എന്റെ ഈമാനുള്ള ജനങ്ങളെ, വിനയപൂർവ്വം ഞാൻ പറയുകയാണ്, മുൻഗാമികളായ ആളുകൾ വസ്സാബിഖൂന സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ, അല്ലാഹുവിലേക്ക് അടുത്ത മഹാന്മാരായ മുൻഗാമികളുടെ ജീവിതം ഇങ്ങനെയാണെങ്കിൽ എനിക്കും നിങ്ങൾക്കും അല്ലാഹുവിലേക്ക് ചേരാൻ വല്ല ഇബാദത്തുമുണ്ടോ? ഒരാൾ ഖുർആൻ ഓതി എന്ന് ജീവിച്ചാൽ അയാൾ മരിക്കുന്ന സമയത്ത് അയാളുടെ കൂടെ വരുന്നത് എന്താണ്? പരിശുദ്ധമായ ഖുർആനാണ്. ഇമാം ഇബ്നു അബി ദുനിയ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്, ഫീ കിതാബി മൻ ആശ ബഅദൽ മൗത്ത്, കിതാബ് മൻ ആശ ബഅദൽ മൗത്ത് എന്ന കിതാബിൽ ഉദ്ധരിക്കുന്നതായി ഇമാം സുയൂത്തി ശറഹ് സുദൂറിൽ ഉദ്ധരിക്കുന്നു. ബഹുമാനപ്പെട്ട മുവർരിഖുൽ അജ്ലി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്, ഞങ്ങൾ അതാ ബോധരഹിതനായി മരണശൈലിയിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ സന്ദർശിക്കാൻ പോയി. فخرج نور من رأسه حتى أتى السقف فخرقه فمضى ثم خرج نور من سرته حتى فعل مثل ذلك. ഞങ്ങളതാ രോഗിയായി കിടക്കുന്ന, ബോധരഹിതനായി കിടക്കുന്ന ഒരു മനുഷ്യനെ കാണാൻ പോയി. അയാളെ സന്ദർശിക്കാൻ ചെന്നപ്പോൾ അതാ ഒരു പ്രകാശം വരുന്നു. അയാളുടെ തലയിൽ നിന്ന് പുറപ്പെട്ട് ആ പ്രകാശം എന്നെ മേൽക്കൂര വരെ പോകുന്നു. എന്നിട്ടോ സുമ്മ ഖറജ നൂറും മിൻ സുറത്തിഹി ഹത്താ ഫഅല മിഥല ദാലിക, അയാളുടെ പൊക്കിളിന്റെ ഭാഗത്ത് നിന്നൊരു പ്രകാശം വരുന്നു. അതുപോലെ അങ്ങ് ഉത്തരം വരെ പോയിട്ട് തിരിച്ചു വരുന്നു. അയാളുടെ കാൽഭാഗത്ത് നിന്നും ഒരു പ്രകാശം പുറപ്പെട്ടുകൊണ്ട് ആ റൂം മുഴുവനും വലയം ചെയ്യുന്നു. പിന്നീട് ആ രോഗശയിൽ കിടന്ന ആള് ബോധം തെളിഞ്ഞു. ഞങ്ങൾ ചോദിച്ചു, ഹൽ അലിംത മാ കാന മിൻക, ഇപ്പ സംഭവിച്ച വിഷയങ്ങളൊക്കെ നീ അറിയുമോ മോനെ? ഖാല നഅം, എനിക്കറിയാം. അമ്മൻ നൂറുല്ലദീ ഖറജ മിൻ റഅസി, എന്റെ തലഭാഗത്ത് നിന്ന് പുറപ്പെട്ട വെളിച്ചം ഏതാണെന്നറിയുമോ? അലിഫ് ലാം മീം തൻസീൽ എന്ന് തുടങ്ങുന്ന 14 ആയത്തിന്റെ വെളിച്ചമാണ്. ആ 14 ആയത്തിന്റെ വെളിച്ചമാണ് എന്റെ തലഭാഗത്ത് നിന്ന് വന്നത്. വമ്മൻ നൂറുല്ലദീ ഖറജ മിൻ സുറത്തി ഫായത്തുസ് സജദാ, എന്റെ പൊക്കിളിന്റെ ഭാഗത്ത് നിന്ന് വീണ വെളിച്ചം ഏതാണെന്നറിയുമോ? അത് സജദയുടെ ആയത്താണ്. വമ്മൻ നൂറുല്ലദീ ഖറജ മിൻ റിജ്ലി, എന്റെ കാൽഭാഗത്ത് നിന്ന് വന്ന വെളിച്ചം അത് സൂറത്തു സജദയുടെ അവസാനമാണ്. ذهبنا يشفعن لي وذهبنا يشفعن لي, ആ ആയത്തു സജദയും സൂറത്തു സജദയും അതിന്റെ തുടക്കവും അവസാനവും എല്ലാം എനിക്ക് ശഫാഅത്ത് ചെയ്യാൻ വേണ്ടി ഒരു ലോകത്തേക്ക് പോയതാണ്. വബഖിയത് തബാറക, സൂറത്തുൽ മുൽക്ക് എന്റെ ബാക്കിയുണ്ട്. ഇന്ദി, എന്റെ കൂടെയുണ്ട്. തഹ്റുസുനി, എനിക്ക് സെക്യൂരിറ്റിയായി എന്റെ കൂടെ സൂറത്തുൽ മുൽക്കുണ്ട്. വകുന്തു അഖറഉഹുമാ കുല്ല ലൈല, സൂറത്തു സജദയും സൂറത്തുൽ മുൽക്കും ഞാൻ എല്ലാ രാത്രിയിലും ഓതുന്ന ആളായിരുന്നു. അപ്പോൾ സൂറത്തു സജദയും സൂറത്തുൽ മുൽക്കും എല്ലാ രാത്രിയിലും ഓതുന്നതിന്റെ കാരണത്താൽ ആ സൂറത്തുകൾ എന്റെ മരണസമയത്ത് ശഫാഅത്ത് ചെയ്യാൻ വന്നതാണ്. എനിക്ക് ശഫാഅത്ത് ചെയ്യാൻ പോയതാണ്. സൂറത്തുൽ ബഖറ ശഫാഅത്ത് ചെയ്യുന്ന സൂറത്താണ്. സൂറത്തുൽ മാഇദ നിങ്ങളെ മുന്നോട്ട്, ആലു ഇമ്രാൻ നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന സൂറത്താണ്. സൂറത്തു യാസീൻ ഖൽബുൽ ഖുർആൻ, ഖുർആനിന്റെ ഹൃദയമാണ്. മാത്രമല്ല ഇമാം അബ്ദുൽ ഗനി അബ്ദുൽ സീ റളിയല്ലാഹു അൻഹു അഹ്വാലുൽ ഖുബൂർ എന്ന ഗ്രന്ഥത്തിൽ എഴുതുന്നത് കാണാം,
സ്വഹാബത്ത് വന്ന് പറയുന്നു. ഇതേ വിഷയം തന്നെ ഇബ്നുൽ ഖയ്യിമുൽ ജൗസി അദ്ദേഹത്തിന്റെ അർറൂഹിൽ എഴുതുന്നത് കാണാം. സമാന സംഭവം തന്നെ ഇമാം സുയൂത്തി ശറഹ് സുദൂറിൽ എഴുതുന്നത് കാണാം. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് വന്നിട്ട് പറയുന്നു, നബിയേ, ഞങ്ങൾ യാത്രക്കിടയിൽ ടെന്റ് കെട്ടാൻ വേണ്ടി കുഴിയെടുത്തപ്പോ ഒരു ഖബറങ്ങ് പൊളിഞ്ഞു പോയി നബിയേ. ആ ഖബറിന്റെ ഉള്ളിൽ ഒരാൾ ഇരുന്നിട്ട് സൂറത്തുൽ മുൽക്ക് ഓതുന്നുണ്ട്. യാ റസൂലല്ലാഹ്, അള്ളാന്റെ ഹബീബിനോട് പറയാ, ഖബറിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഒരാൾ സൂറത്തുൽ മുൽക്ക് ഓതുന്നുണ്ട്. ഇനി നാളെ ആരും എന്നെ ചോദ്യം ചെയ്യാനൊന്നും വരണ്ട. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഇസ്രാഇന്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൽ അഖ്സയിൽ ചെന്നപ്പോൾ ആ മസ്ജിദുൽ അഖ്സയുടെ മുറ്റത്തുള്ള ഖബറിൽ മറമാടപ്പെട്ട മൂസ നബി അലൈഹിസ്സലാം, റഅയ്തു മൂസ ഖായിമൻ യുസല്ലി ഫീ ഖബരിഹി, മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖബറിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് മഹാനായ മൂസ നബി അലൈഹിസ്സലാം നിസ്കരിക്കുന്നു. ഖബറിന്റെ ഉള്ളിൽ നിന്ന് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ബഹുമാനപ്പെട്ട സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു അതാ പരിശുദ്ധമായ മദീനയിൽ ഒറ്റപ്പെട്ടു പോയി ഒരു പ്രതിസന്ധിയുടെ കാലത്ത്. നിസ്കാരത്തിന്റെ സമയം അറിയാൻ വഴിയില്ല. നിസ്കാരത്തിന്റെ സമയം അറിഞ്ഞത് എവിടുന്നാ? ബിഹംഹമത്തിൻ മിൻ ഖബരി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറു ശരീഫിന്റെ ഉള്ളിൽ നിന്നുള്ള വിവരം. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു നിസ്കാരത്തിന്റെ സമയം മനസ്സിലാക്കിയതെന്ന് 700-ൽ പരം ഗ്രന്ഥങ്ങൾ എഴുതിയ ഖുർആൻ വ്യാഖ്യാതാക്കളിലുള്ള മഹാനായ ഇമാം ഹാഫിദ് സുയൂത്തി റളിയല്ലാഹു അൻഹു അക്കാലഘട്ടത്തിലുള്ള മുഴുവൻ ഹദീസും സമാഹരിച്ചിട്ട് ജാമിഉൽ കബീർ എഴുതിയ മഹാനാണ് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു. അപ്പോൾ മഹാനവറുകൾ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിൽ നിന്ന് വിവരം കിട്ടിയിട്ട് നിസ്കാരത്തിന്റെ സമയം അറിഞ്ഞ മഹാനാണ്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അതാ ഒരു മനുഷ്യൻ ഖബറിൽ ഇരുന്നിട്ട് സൂറത്തുൽ മുൽക്ക് ഓതുന്നുണ്ട് നബിയേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓ മരിച്ചുപോയ ഒരു മണ്ണായി പോയി, പിന്നെ ഖുർആൻ ഓതുകയാണോ? അങ്ങനൊന്നുമല്ല. അള്ളാന്റെ ഹബീബ് പറയുന്നു ഹിയൽ മുൻജിയത്തു വഹിയൽ മാനിഅ, അത് ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതും ഖബർ ശിക്ഷയെ തൊട്ട് തടയുന്നതുമായ സൂറത്താണ് സൂറത്തുൽ മുൽക്ക് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. സൂറത്തുൽ വാഖിഅ ദാരിദ്ര്യത്തെ തൊട്ട് തടയുന്ന അധ്യായമാണ്. താബിഈങ്ങളിൽപ്പെട്ട ഒരു മഹാൻ മരണപ്പെടാൻ പോകുന്നു. ഒരുപാട് ആളുകൾ വന്നിട്ട് മക്കളോട് പറഞ്ഞു, വാപ്പ മരിച്ചു പോവാണല്ലോ മക്കളെ, നിങ്ങൾക്ക് വേണ്ടി വല്ലതും കരുതി വെച്ചിട്ടുണ്ടോ? മക്കളെയില്ല. മക്കൾ പറഞ്ഞു, ഞങ്ങൾക്കൊരു പൈസയും വാപ്പ കരുതി വെച്ചിട്ടില്ല, പക്ഷേ ഞങ്ങൾക്ക് സൂറത്തുൽ വാഖിഅ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ഞങ്ങളത് പതിവായി ഓതുന്നവരാണ്, അതുകൊണ്ട് ദാരിദ്ര്യം വരില്ലെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് മുഴുവനും കാവലാണ്. മുൻഗാമികളുടെ മുഴുവൻ കാവൽ പരിശുദ്ധമായ ഖുർആനാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾക്ക് കൂടുതൽ സമയം ലഭിക്കുന്നവരാണ് ഖുർആൻ ഓതാൻ. പരിശുദ്ധമായ റമദാനിൽ നന്നായി ഖുർആൻ ഓതണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ പകല് മുഴുവനും ഖുർആൻ കൊണ്ട് വ്യാപൃതമായ പകലാണ്. ഖുർആനുമായി വലിയ ബന്ധമാണ്. അതാ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു അതാ ഒരു സംഭവം പറയുന്നു. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു ഒരു സ്ത്രീയെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത് കാണാം. അവർക്ക് ഖുർആനിനോടുള്ള ബന്ധം എന്താണ്? ഖറജതു ഹാജ്ജൻ ഇലാ ബൈത്തില്ലാഹിൽ ഹറാം വസിയാറത്തി ഖബറിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫബൈനമാ അന ഫി الطريق ഇദാ അന ബിസവാദ് അല الطريق. ഞാനൊരു വഴിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്യുന്ന സമയത്ത് രാത്രി സമയമായി ഒരു നിഴൽ കാണുന്നുണ്ട്. അപ്പോഴെനിക്ക് മനസ്സിലായി ഒരു പ്രായമുള്ള ഒരു ഉമ്മയാണത്. അതാ വസ്ത്രം നുരുമ്പാനായ പാവപ്പെട്ട വസ്ത്രം ധരിച്ചിട്ടുണ്ട്, ഒരു മക്കനെയും ധരിച്ചിട്ടുള്ള സ്ത്രീയാണ്. ഫഖുൽതു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ അവിടുന്ന് കണ്ട
കണ്ടപ്പോ തന്നെ ഒരു സ്ത്രീ ഇങ്ങനെ ഒറ്റപ്പെട്ട് ഏകാന്തമായ സ്ഥലത്തുകൂടെ പ്രായമുള്ളൊരു തള്ളയാണ്. അവരുടെ മക്കനെയും വെറുതെയൊക്കെ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഞാൻ സലാം പറഞ്ഞു, സലാമു ഖൗലം മിർ റബ്ബിർ റഹീം. ഞാൻ സലാം പറഞ്ഞപ്പോൾ ആ ഉമ്മ തിരിച്ചു പറഞ്ഞു, സലാമു ഖൗലം മിർ റബ്ബിർ റഹീം. ഖുർആനിലെ ഒരു ശകലം ഓതി. ഫഖുൽതു ലഹാ, ഞാൻ അവരോട് പറഞ്ഞു, യർഹമുകില്ലാഹു മാ തസ്നഈന ഫീ ഹാദൽ മകാൻ. എന്തേ ഉമ്മ ഈ സമയത്ത് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു എന്ന് ഞാൻ അവരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞ മറുപടി വീണ്ടും ആയത്ത് തന്നെ. സുബ്ഹാനല്ലദീ യസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം എന്ന ആയത്തോതിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇവര് ഹജ്ജ് കഴിഞ്ഞിട്ട് വരികയാണ്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എത്ര ദിവസമായി? അവര് ഹജ്ജ് കഴിഞ്ഞിട്ട് വരികയാണെന്നും ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോവുകയാണെന്നും ഈ ആയത്തോതിയപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ അവരോട് ചോദിച്ചു, മുൻദു കം ഫീ ഹാദൽ മൗദിഇ, എത്ര ദിവസമായി നിങ്ങൾ ഇവിടെ എത്തിയിട്ട്? ഫഖാലത്ത്, അപ്പോൾ മഹദി പറഞ്ഞു, സലാസ ലയാലിൻ സവിയ്യാ. അതിനും മറുപടി ഖുർആൻ കൊണ്ട് തന്നെ. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, അല്ല നിങ്ങൾക്ക് ഭക്ഷണം എവിടെ നിന്നാണ്, പാനീയം എവിടെ നിന്നാണ്? ഫഖാലത്ത്, അപ്പോൾ ആ പെണ്ണ് തിരിച്ചു പറയുന്നു, വയുത്ഇമുനി വയസ്തീൻ. അല്ലാഹ് തന്നെ ഭക്ഷണം തരുന്നുണ്ട്, അല്ലാഹ് തന്നെ കുടിപ്പിക്കുന്നുണ്ട്. എന്റെ കയ്യിൽ പ്രത്യേകിച്ചൊന്നും കരുതിയിട്ടില്ലെന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഒതു എടുക്കാൻ വെള്ളം എവിടെ നിന്നാണ്? ഫലം തജിദൂ മാഅൻ ഫതയമ്മമൂ സഈദൻ ത്വയ്യിബാ. വെള്ളം കിട്ടിയില്ലെങ്കിൽ തയമ്മും ചെയ്തോളാ. ഖുർആനിൽ പറയുന്ന ആയത്ത് അവരങ്ങോതി. വെള്ളമില്ലെന്നും തയമ്മും ചെയ്യുകയാണെന്നും മനസ്സിലായി. അപ്പോൾ ചോദിച്ചു, എന്നാൽ ഇന്നമഈ തഅമൻ ഫഹൽ തഅകുലീൻ, എന്റെ കയ്യിൽ ഭക്ഷണമുണ്ട്, നിങ്ങൾക്ക് കഴിക്കാൻ തരട്ടെ? അപ്പ മഹദി അവர்கள் അവിടുന്ന് തിരിച്ചു പറയുകയാണ്, സുമ്മ അതിമ്മു സിയാമ ഇലൽ ലൈൽ, നോമ്പ് രാത്രി വരെ അങ്ങ് പൂർത്തീകരിച്ചോ. അപ്പോൾ മനസ്സിലായി അവര് നോമ്പുകാരിയാണ്. ഞാൻ അവരോട് പറഞ്ഞു, ലൈസ ഹാദാ ശഹ്റു റമളാൻ, ഇത് റമളാനല്ലല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ ഇപ്പോൾ നോമ്പനുഷ്ഠിക്കുന്നത്? അതിന് മറുപടി ഖുർആൻ തന്നെ, വമൻ തതവ്വഅ ഖൈറൻ ഫഇന്നല്ലാഹ ശാകിറുൻ അലീം. സുന്നത്ത് ചെയ്താൽ അതിനും കൂലിയുണ്ട് എന്ന ആയത്ത്. ഞാൻ അവരോട് പറഞ്ഞു, യാത്രയിൽ നിങ്ങൾ നോമ്പനുഷ്ഠിക്കേണ്ടതില്ലല്ലോ, പിന്നെന്തിന് നോമ്പനുഷ്ഠിക്കണം? അപ്പോൾ അവർ പറഞ്ഞു, യാത്രയിൽ നോമ്പനുഷ്ഠിച്ചാൽ ഖൈറൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. യാത്രയിലാണെങ്കിലും നോമ്പനുഷ്ഠിക്കലാണ് നല്ലതെന്ന് ആയത്തുണ്ടല്ലോ. ആ ആയത്ത് അവരങ്ങോതി. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഞാൻ നിങ്ങളോട് ഓരോ വിഷയങ്ങൾ ഇങ്ങനെ ചോദിക്കുകയാണ്, നിങ്ങൾ ഓരോ ആയത്ത് ഇങ്ങനെ ഓതുകയാണ്, ഞാൻ സംസാരിക്കും പോലെ എന്തുകൊണ്ട് നിങ്ങൾ സംസാരിക്കുന്നില്ല? അതിനും മറുപടി ആയത്ത് തന്നെ, മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഏത് വാക്കുച്ചരിച്ചാലും റഖീബും അതീദും അത് രേഖപ്പെടുത്തുന്നുണ്ട് എന്നതുകൊണ്ടാണ് ഞാൻ ഖുർആൻ മാത്രമായി പറയുന്നത്. ഇവരുടെ മറുപടിയിൽ ഞാൻ അങ്ങ് അത്ഭുതപ്പെട്ടു പോയി. അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറയാണ്, അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഏത് കൂട്ടത്തിൽപ്പെട്ടവരാണ്? അപ്പൊ മഹദി അവர்கள் അതിനും മറുപടി ആയത്താണ്, വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്നസ് സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. നിങ്ങൾ എന്ത് ചെയ്യരുത്? ആവശ്യമില്ലാത്തതിന്മേൽ നിങ്ങൾ നിലകൊള്ളരുത്. നിങ്ങളുടെ ഓരോ നോട്ടവും ഓരോ കാഴ്ചയും ഓരോ ചോദ്യവും എല്ലാം റബ്ബിന്റെ അടുക്കൽ ചോദിക്കപ്പെടുന്നതാണ്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് പിഴവ് പറ്റിപ്പോയി, എന്നോട് മാപ്പ് ചെയ്യണം. അതിനും മറുപടി ആയത്ത് തന്നെ, ലാ തസ്രീബ അലൈക്കുമുൽ യൗം യഗ്ഫിറുല്ലാഹു ലക്കും. ഇന്നിവിടെ ഒരു പ്രതിഷേധവുമില്ല, ഒരു പ്രതികാരവുമില്ല, നിങ്ങൾക്ക് ഞാൻ അല്ലാഹു തആല പുറത്തു തരട്ടെ. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്റെ ഒട്ടകത്തിൽ കയറിയിട്ട് നിങ്ങളെ ഞാൻ നിങ്ങളുടെ സംഘത്തിലേക്ക് എത്തിച്ചു തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഉമ്മാമയുടെ മറുപടിയാണ്, വമാ തഫഅലൂ മിൻ ഖൈരിൻ യഅലമുഹുല്ലാഹ്. നന്മ ചെയ്താൽ അത് അല്ലാഹ് അറിയുന്നതാണ്, അല്ലാഹ് പ്രതിഫലം തരുന്നതാണ്. അപ്പോൾ അതിന്റെ അർത്ഥം ഞാൻ നിങ്ങൾക്ക്
കൊണ്ടുപോയാൽ കൊള്ളാമെന്നാണ്. ഞാൻ എന്ത് ചെയ്തു? ഒട്ടകത്തെ അങ്ങ് മുട്ടുകുത്തിച്ചു കൊടുത്തു. അപ്പൊ ആ ഉമ്മ വന്ന് കയറാൻ നേരം ഉമ്മ പറയാണ്, ഒരു സ്ത്രീ വന്ന് വാഹനത്തിലേക്ക് കയറുകയാണല്ലോ, പ്രായമുള്ള ഉമ്മയാണെങ്കിലും. അപ്പൊ ആ ഉമ്മയുടെ ഒരു മുന്നറിയിപ്പ്, അള്ളാഹ് പുരുഷന്മാരോട് പറഞ്ഞിട്ടുണ്ട് അവരുടെ കണ്ണ് ചിമ്മിക്കളയാൻ. അതിന്റെ അർത്ഥം ഞാൻ വാഹനത്തിലേക്ക് കയറുന്നു, ഞാൻ കയറുന്ന ഭാഗത്ത് നിങ്ങൾ നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഉമ്മാമ ഒട്ടകത്തിലേക്ക് കയറാൻ നോക്കുമ്പോഴേക്ക് ഒട്ടകം അങ്ങ് ചലിച്ചുപോയി. അപ്പോഴവരുടെ വസ്ത്രം ചെറുതായി ഒന്ന് ചീന്തിയിട്ട് വാഹനത്തിൽ കയറാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോഴും മഹദി പറയാണ്, അത് നിങ്ങളുടെ അശ്രദ്ധ കൊണ്ട് വന്നു പോയതാണ് എന്ന ആയത്ത് ഓതിയിട്ട് മഹദി അവറുകൾ പറഞ്ഞു. അതാ മഹാമഹദി അവറുകൾ പറഞ്ഞു, അതിൽ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ഈ ഒട്ടകത്തെ ഒന്ന് കെട്ടുന്നത് വരെ നിങ്ങളൊന്ന് ക്ഷമിക്കണേ. അപ്പ മഹദി അവരുടെ മറുപടി, എനിക്ക് വിഷയം മനസ്സിലായിട്ടുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ ഞാൻ അവിടുന്ന് എന്റെ വാഹനം ബന്ധിച്ചു. അവരങ്ങ് കയറിയിട്ട് എനിക്കറിയിക്കാൻ വേണ്ടി അവരോധി, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ എന്ന ആയത്ത് ഓതിയപ്പോൾ ഞാൻ അതിൽ കയറിയെന്നും യാത്ര തുടങ്ങാമെന്നുമായി മഹദിയുടെ അറിയിപ്പ് ലഭിച്ചു. ഞാൻ അങ്ങനെ ഒട്ടകത്തിന്റെ കടിഞ്ഞാൻ പിടിച്ച് മുന്നോട്ട് നയിക്കുമ്പോ അല്പം വേഗതയിലായി പോയി യാത്ര. അപ്പോൾ മഹദി അവറുകൾ പറഞ്ഞു, അല്പം മെല്ലെ ഒന്ന് യാത്ര ചെയ്യണമെന്ന് സൂചന കൊടുക്കുകയാണ്. ഞാൻ മെല്ലെ മെല്ലെ പോകാൻ തുടങ്ങി. അപ്പോ ഞാൻ വാഹനം ഓടിക്കുന്ന ആളെന്ന നിലക്ക് പാട്ടുപാടിയിട്ടാണ് കുതിര ഓടിക്കുന്നത്. അപ്പൊ ആ ഉമ്മാമ വാഹനത്തിൽ ഇരുന്നിട്ട് പറഞ്ഞു, മോനെ പാട്ടുപാടി സമയം കളയാതെ ഖുർആൻ ഓതിക്കോ. ഞാൻ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഒരുപാട് നന്മ നൽകിയിരിക്കുന്നു. ഇതുവരെയും എല്ലാ വിഷയത്തിന്റെയും മറുപടി ഖുർആനികമായ സൂക്തം കൊണ്ട് തന്നെ. അപ്പോൾ മഹാനവർകൾ അവിടുന്ന് പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ ഫഖറഉ മാ തയസ്സറ മിനൽ ഖുർആൻ എന്നതിന് മറുപടി പറഞ്ഞു, അല്ലാഹു തആല നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹം നൽകിയിരിക്കുന്നു. അതിന് മഹദിയുടെ മറുപടിയാണ്, വമാ യദ്ദക്കറു ഇല്ലാ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ളവരെ ഇതൊക്കെ ആലോചിക്കുകയുള്ളൂ, മനസ്സിലാക്കുകയുള്ളൂ. അല്പം കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, അല്ല നിങ്ങൾക്ക് ഭർത്താവില്ലേ? അപ്പോൾ മഹദി അവരുടെ മറുപടിയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തസ്അലൂ അൻ അശിയാ ഇൻ തുബദ ലക്കും തസൂക്കും. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിക്കേണ്ടതില്ല. അപ്പോൾ എന്റെ ഭർത്താവുണ്ടോ ഭാര്യയുണ്ടോ അതൊന്നും ഇപ്പൊ ചോദിക്കേണ്ടതില്ല. അപ്പോൾ ഞാൻ രണ്ടാമത് ചോദിച്ചു, ആ യാത്രാ സംഘത്തിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടെത്തിച്ചു എന്നാൽ ആ കൂട്ടത്തിൽ നിങ്ങളുടെ ആരാണുള്ളത്? അപ്പോൾ മഹദി അവരുടെ മറുപടി, അൽ മാലു വൽ ബനൂൻ സീനത്തുൽ ഹയാത്തി ദുനിയാ, സമ്പാദ്യവും സന്താനങ്ങളും ദുനിയാവിന്റെ ഐശ്വര്യങ്ങളാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി അവരുടെ മക്കൾ ആ യാത്രാ സംഘത്തിലുണ്ടെന്ന്. എന്നിട്ട് ഞാൻ അവരോട് ചോദിച്ചു, അല്ല നിങ്ങൾക്ക് ഈ യാത്രയിൽ എന്തായിരുന്നു നിങ്ങൾക്ക് മാർഗദർശനം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, വഅലാമാത് വബിന്നജ്മി ഹും യഹ്തദൂൻ, അവിടുന്ന് നക്ഷത്രങ്ങളെ മാർഗദർശനമായിട്ടാണ് പോകുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് യാത്രാ സംഘത്തിന്റെ അടുക്കലേക്ക് എത്തിയപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, അല്ല ഉമ്മ, ഈ കൂട്ടത്തിൽ ആരെയാണ് നിങ്ങൾക്ക് വേണ്ടി വിളിക്കേണ്ടത്? ഈ കൂട്ടത്തിൽ നിങ്ങളുടെ മക്കൾ ആരാണ്? അപ്പാ ഉമ്മ ഓതാൻ തുടങ്ങി, വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീല വകല്ലമല്ലാഹു മൂസാ തക്ലീമാ യാ യഹ്യാ ഖുദിൽ കിതാബ ബിഖുവ്വ. അപ്പ മനസ്സിലായി, ഇബ്രാഹിം എന്നൊരു മോനുണ്ട്,
മൂസ എന്നൊരു മോനമുണ്ട്, യഹ്യ എന്നൊരു മോനമുണ്ട്. ഈ കൂട്ടത്തിലുണ്ടെന്ന് മനസ്സിലായി. ഫനാദൈതു യാ ഇബ്രാഹിം യാ മൂസ യാ യഹ്യ ഫൈദാ ബിശുബ്ബാനിൻ കഅന്നഹുൽ ഖമാർ. അപ്പോൾ ഞാൻ ആ യാത്രാ സംഘത്തിന്റെ മുമ്പിൽ ഈ ഉമ്മ ഓതിയ ആയത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി, ഒരു മോന്റെ പേര് ഇബ്രാഹിമാണ്, ഒരു മോന്റെ പേര് മൂസയാണ്, ഒരു മോന്റെ പേര് യഹ്യയാണ്. ഞാൻ 3 മക്കളുടെ പേരിട്ട് വിളിച്ചു. അപ്പൊ 3 നല്ല മക്കള്, ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്ന മുഖമുള്ള 3 മക്കള് ചാടിയിന് വന്നു. അപ്പൊ ഉമ്മ ഈ മക്കളെ കണ്ടപ്പോ പറഞ്ഞു, ഫബഅസു വഹദകും ബിവരിഖികും ഹാദിഹി ഇലൽ മദീന ഫല്യൻദുർ അയ്യുഹാ അസ്കാ തആമൻ ഫല്യഅതികും ബിറിസ്ഖിൻ മിൻഹു. മക്കളെ, നിങ്ങൾ ആരെങ്കിലും പോയി ഭക്ഷണം വാങ്ങിക്കൊണ്ടുവരൂ എന്ന് സൂചിപ്പിക്കുന്ന ആയത്ത് സൂറത്തുൽ കഹ്ഫിൽ നിന്ന് ഓതി. അപ്പോഴോ ആ മക്കൾ അവിടുന്ന് പോയി ഭക്ഷണം വാങ്ങിക്കൊണ്ടുവന്നു. അപ്പൊ ആ ഉമ്മ എന്ത് ചെയ്തു? എനിക്ക് ആ ഭക്ഷണം തന്നിട്ട് പറഞ്ഞു, കുലൂ വശ്റബൂ ഹനീഅൻ ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ. നിങ്ങൾ ഈ ഭക്ഷണം കഴിച്ചുകൊള്ളൂ എന്ന് പറയാനും ആയത്തോതി. ഈ ആയത്തങ്ങ് ഓതിക്കഴിഞ്ഞപ്പോൾ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് തങ്ങൾ പറയുകയാണ്, ഞാൻ പറഞ്ഞു, ഞാൻ ഈ ഭക്ഷണം കഴിക്കില്ല, ഇതിന്റെ രഹസ്യം എനിക്കൊന്ന് പറഞ്ഞു തരാതെ. അപ്പോഴാണ് ഈ മക്കള് പറയുന്നു, അല്ലയോ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് തങ്ങളെ, 40 കൊല്ലമായി ഞങ്ങളുടെ ഉമ്മ അല്ലാഹുവിന്റെ അടുക്കൽ ഓരോ വർത്തമാനവും ചോദിക്കപ്പെടുമെന്ന പേടി കൊണ്ട് ഞങ്ങളുടെ ഉമ്മ 40 കൊല്ലമായി ഖുർആൻ കൊണ്ട് അല്ലാതെ സംസാരിക്കാറില്ല. എന്ത് ചോദിച്ചാലും ഖുർആനിലെ ഒരായത്ത് തന്നെ. ഇത് ഞങ്ങളുടെ ഉമ്മാന്റെ 40 കൊല്ലത്തെ പതിവാണെന്ന് മക്കള് പറയുന്നു. ഞാൻ എന്തിനാണ് ഇവിടെ ഓർമ്മപ്പെടുത്തിയത്? എന്റെ ഉമ്മ പെങ്ങന്മാരെ, മുൻഗാമികളായ ഉമ്മമാർക്ക് ഖുർആനിനോടുള്ള ബന്ധമാണ്. അവരുടെ റമളാൻ വൃത്തികേട് പറഞ്ഞു കളയുന്നില്ല, പരദൂഷണം പറഞ്ഞു കളയാനില്ല. ഏത് ഇസ്ലാമികമായ പരിപാടിയായാലും നിങ്ങൾ റമളാൻ മാസത്തിൽ TV തുറക്കാൻ പാടില്ല. ശൈത്താൻ നല്ലവരുടെ മുമ്പിൽ നല്ലവരായിട്ട് വരിക. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ പറ്റിക്കാൻ വേണ്ടി ശൈത്താൻ വന്നത് തുണി ഉടുക്കാത്ത ഒരാളെ പോലെയല്ല, നല്ല ശൈഖിനെ പോലെയാണ്. നല്ലൊരു ശൈഖിനെ പോലെ ഇവിടെ വന്നു. മുഹീദ്ദീൻ ശൈഖിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇത്രയും കാലം ഇബാദത്ത് എടുത്തതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ സമ്മതവും പൊരുത്തവും നൽകിയിരിക്കുന്നു. ഇനി മുതൽ നിസ്കരിക്കേണ്ട ആവശ്യമില്ല, ഇനി മുതൽ നോമ്പെടുക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ വലിയ ശൈഖായി പോയി. അപ്പോൾ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു മനസ്സിലായി, ഇത് വലിയ ശൈഖിന്റെ രൂപത്തിൽ വന്നാലും ശരി, ഇത് ശൈത്താൻ തന്നെ. ഇബ്ലീസ് വരെ ചതിപ്പാനായി വന്നാരെ ഇബ്ലീസെ ചാച്ചി കിടത്തി ചൂവിട്ടോവർ. ഇബ്ലീസ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ചതിക്കാൻ വന്നത് തുണി ഉടുക്കാത്ത കോലത്തിലല്ല, പരിഷ്കാരിയുടെ ലോക കോലത്തിലല്ല, നല്ല മൗലവിയുടെ രൂപത്തിലാണ് വന്നത്. എന്നിട്ടങ്ങ് പറഞ്ഞു, അതേ, നിങ്ങളെ ഞാൻ ശൈഖാക്കി എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ പറഞ്ഞു, എടാ നിസ്കാരം വേണ്ട എന്ന് പറയുന്നു, ശൈത്താൻ തന്നെ പോടാന്ന് പറഞ്ഞങ്ങ് ചാടിച്ചു വിട്ടു. ബഹുമാനപ്പെട്ട നബവി ഇമാം തങ്ങൾ രാത്രി ഇരുന്ന് ദിക്ർ ചൊല്ലുകയാണ്. അതാ നബവി ഇമാം തങ്ങളുടെ ചരിത്രം പറയുന്നു. അപ്പോൾ വീട്ടിലുള്ള എല്ലാവരും ഉറങ്ങുകയാണ്. നബവി ഇമാം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ഒരു പ്രായമുള്ള ഭയങ്കര ഖുതുബുൽ അഖ്താബിന്റെ വേഷത്തിലുള്ള ഒരാൾ ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, മോനെ, ഉറങ്ങുന്ന ആളുകൾക്ക് ശല്യപ്പെടുത്തിയിട്ട് ദിക്ർ ചൊല്ലാൻ പാടില്ല. നബവി ഇമാം തങ്ങൾ നോക്കിയപ്പോ എന്റെ ദിക്ർ കൊണ്ട് ആരും ഇവിടെ ഉറക്കുന്ന ശല്യമൊന്നുമില്ല, ഈ വന്ന ആളാരാ? നബവി ഇമാം തങ്ങൾ എന്ത് ചെയ്തു? വീട്ടിലുള്ള എല്ലാവരും വിളിച്ചിട്ട് പറഞ്ഞു, എല്ലാവരും എഴുന്നേറ്റ് ദിക്റല്ല, എല്ലാവരും എഴുന്നേറ്റ് ദിക്ർ ചൊല്ലൂ. അപ്പോഴേക്കേ വന്നയാളെ കാണാനില്ല. നബവി ഇമാം തങ്ങൾ എന്ന് പറഞ്ഞു. ഇതുപോലെയാണ് മഹാന്മാരായ ഔലിയാക്കളെ പറ്റിക്കാൻ ഔലിയാക്കളുടെ വേഷത്തിലാണ് ശൈത്താൻ വരിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യകാലത്ത് മക്കയിൽ ഇസ്ലാമിക ദഅവത്ത് നടത്തിയപ്പോൾ നബി തങ്ങളെ എന്ത് ചെയ്യണമെന്ന് കുഫാറുകൾ മീറ്റിംഗ് കൂടി. അവർ കുറച്ചൊക്കെ ചില വിഷയങ്ങളിൽ മുന്നേറ്റമുള്ളവരാണ്. 6-ാം നൂറ്റാണ്ടിലെ ആളുകളാണെങ്കിലും കുറെ ഗുണങ്ങൾ അവർക്കുണ്ട് മാനുഷികമായി. അത് മറ്റു പ്രസംഗങ്ങളിൽ 24-12 ഗുണങ്ങൾ ഞാൻ എണ്ണി പറഞ്ഞിട്ടുണ്ട്.
ഇസ്ലാമിക ചരിത്രത്തിൽ 6-ാം നൂറ്റാണ്ടുകാരായ ആളുകൾക്ക് മാനുഷികമായുള്ള കുറെ ഗുണങ്ങളുണ്ട്. അവർ കാര്യം തീരുമാനിച്ച ചെയ്തിട്ടേ അവർക്ക് ബോധ്യപ്പെട്ടാൽ അവർ ജീവൻ കൊടുക്കാൻ തയ്യാറാണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ മക്കക്കാരായ ആളുകൾക്കുണ്ട്. അല്ലാഹു തആല മക്ക തിരഞ്ഞെടുത്തതിന് അത്രയും വലിയ പ്രത്യേകത. അല്ലാഹു സുബ്ഹാനഹു വ തആല അറഫ എങ്ങാനും നടത്താൻ കേരളത്തിൽ തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ ഇവിടെ സമരം അവസാനിക്കില്ലായിരുന്നു. കാരണം ജനങ്ങൾക്ക് കൂടാൻ ഇവിടെ മൈതാനം ഉണ്ടാവില്ല. അതേ സമയത്ത് അല്ലാഹു തആല അറഫ തിരഞ്ഞെടുത്ത് അവിടെ സൗദി അറേബ്യയിൽ നല്ല സ്ഥലമുണ്ടെടുത്ത് എത്ര ലക്ഷം ചെന്നാലും ഒരു കുഴപ്പമില്ലാത്ത സ്ഥലം അല്ലാഹു തആല അറഫയ്ക്ക് തിരഞ്ഞെടുത്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കയിൽ അല്ലാഹു തആല അയച്ചതിന് ഒരുപാട് രഹസ്യങ്ങളുണ്ട്. മക്കയിലാണ് ഇസ്ലാം തുടങ്ങിയതെങ്കിലും ഇസ്ലാം വളർന്നത് മദീനയിലാണ്. എന്താണ് കാരണം? ചില മുതലാളിമാരോട് ആദ്യം പറഞ്ഞില്ലെങ്കിൽ അവർ തീരുമാനങ്ങൾ അംഗീകരിക്കില്ല. അതുകൊണ്ട് കൊമ്പന്മാരായ ആളുകളൊക്കെ മക്കത്താണ്. അബൂജഹൽ, ഉത്ബത്ത്, ശൈബത്ത്, വലീദ് ബിൻ മുഗീറ എന്ന് പറഞ്ഞുള്ള കൊമ്പന്മാർ മുഴുവനും മക്കത്താണ്. അതുപോലെ ഒറ്റ കൊമ്പന്റെ പേര് പോലും മദീനത്തിൽ കേൾക്കില്ല. നിങ്ങളൊക്കെ മദീനയുടെ ചരിത്രം കേട്ടിട്ടില്ലല്ലോ. എവിടെങ്കിലും ഉണ്ടോ അബൂജഹലിനെ പോലെ, ഉത്ബത്തിനെ പോലെ, ശൈബത്തിനെ പോലെ, വലീദ് ബിൻ മുഗീറയെ പോലെ ഒരാളും മദീനയിലില്ല. പക്ഷേ മദീന പാവപ്പെട്ടവരുടെ നാടാണ്. ആദ്യം മദീനത്ത് പോയിട്ട് ഇസ്ലാം ഇങ്ങോട്ട് വന്നാൽ ഈ കൊമ്പന്മാരായ മക്കക്കാർ പറയും അത് പാവപ്പെട്ടവരുടെ മതമാണ്, ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം മക്കത്ത് തന്നെ ഇസ്ലാം വെളിവായത് മക്കത്ത്, അത് വളർന്നത് മദീനയിൽ. കാരണം എന്നും ദീനിന്റെ കൂടെ പാവപ്പെട്ടവരെ കൂടെയുണ്ടാവും. പണക്കാരധികമൊന്നും ഉണ്ടാവില്ല, കുറച്ച് പണക്കാരെ ഉണ്ടാവും. അത് ലോകത്തിന്റെ ഘടനയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിന്റെ ചരിത്രത്തിലെല്ലാം വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വഅദ് വെക്കുമ്പോൾ കുറെ നല്ല മുതലാളിമാരൊക്കെ വഅദ് കേൾക്കാൻ വരും. കുറേയേറെ മുതലാളിമാരെ ഇതിനൊന്നും കിട്ടൂല. അവർ വിചാരിച്ചു പോയി ഞങ്ങളുടെ മുതൽ കൊണ്ട് ഞങ്ങൾക്ക് ഇൽമിനെക്കാളും ബന്ധമൊക്കെ കിട്ടിപ്പോയി എന്ന് വിചാരിച്ച് അവരവരുടെ ലോകത്താണ്. പക്ഷേ അല്ലാഹു ഹിദായത്ത് നൽകിയ നല്ല മുതലാളിമാരുണ്ട്. സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ സ്വത്ത് ഉപകാരപ്പെട്ടതുപോലെ എനിക്ക് വേറെ ആരുടെയും സ്വത്ത് ഉപകാരപ്പെട്ടിട്ടില്ലെന്ന് നബി തങ്ങൾ പറഞ്ഞത് ഇമാം അബൂ നുഐം, ഇമാം ബൈഹഖി, ഇമാം സുയൂത്തി എല്ലാം ഉദ്ധരിച്ചതായി കാണാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ മുതലാളിമാർ വളരെ കുറവാണ്, പാവപ്പെട്ടവരാണ് കൂടുതലും. അപ്പോൾ ചില മുതലാളിമാർ പറഞ്ഞു പാവപ്പെട്ടവരുടെ കൂടെ ഞങ്ങളെ ഇരിക്കാൻ കിട്ടൂല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അവർ ഹിദായത്തിലേക്ക് വരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അവർക്കൊരു പ്രത്യേക മജ്‌ലിസ് ഉണ്ടാക്കി. അല്ലാഹു തആല പറഞ്ഞു നബിയെ അങ്ങനെ ഒന്നും ഇരിക്കേണ്ടതില്ല, കാരണം അവർ ഹിദായത്തിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നവരല്ല, പാവപ്പെട്ടവരുടെ കൂടെ തന്നെ ശ്രദ്ധിച്ചോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് നിർദ്ദേശം നൽകി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ 313 ആളെ സംഘടിപ്പിച്ചു ബദറിലേക്ക്. അബൂജഹൽ 1000 ആളെ സംഘടിപ്പിച്ചു. ജനാധിപത്യപരമായി നോക്കിയാൽ അബൂജഹൽ മുന്നിലാണ്. കാരണം കൂടുതൽ മെമ്പർമാരുടെ വോട്ട് അബൂജഹലിന് കിട്ടി. 313 പേരുടെ വോട്ടേ അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പക്കം. പക്ഷേ ഹഖിന്റെ സൈന്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൈന്യം തന്നെ അവിടുന്ന് വിജയിച്ചു പോയി. അപ്പോൾ ഓരോന്നിനും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെതായ രീതി വെച്ചിരിക്കുന്നു. ആ പരിശുദ്ധമായ ഇസ്ലാമിന്റെ ചര്യകളെ, ഇസ്ലാമികമായ രീതികളെ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഖുർആനിനെ വളരെ കൃത്യമായി പഠിച്ച് പാരായണം ചെയ്യുന്ന ആളുകൾ, അല്ലാഹുവിലേക്ക് ചേരുന്ന ആളുകൾ, വസ്സാബിഖൂന സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ. അപ്പോൾ റമളാനിന്റെ രാവുകൾ വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, നമ്മളെ പറ്റിക്കാൻ ഇപ്പോ പണ്ടൊക്കെ എന്ത് ചെയ്യാം, റമളാൻ മാസമായാൽ ടി വി ഒന്ന് മൂടിയിടും. റമളാൻ മാസമായാൽ ടി വി ഒന്ന് മൂടിയിടും. അപ്പൊ എന്ത് ചെയ്തു, ശൈത്താൻ വേറൊരു കോലം സ്വീകരിച്ചു, കുറച്ച് ഇസ്ലാമിക പരിപാടികൾ വെച്ചു കൊടുത്തേക്കാം. അപ്പൊ എല്ലാവരുടെയും ടി വി തുറന്നു പോയി. കാരണം എന്താ, ഒരു മുസ്ലിയാരെ പറ്റിക്കാൻ പറഞ്ഞിട്ട പെണ്ണെ ചിലപ്പോൾ വരും. കാരണം അവിടെ ഇവിടെയൊക്കെ മറക്കാത്തൊരു പെണ്ണ് വന്നാൽ ചിലപ്പോൾ മുസ്ലിയാര് ആ ഭാഗത്തേക്ക് തിരിഞ്ഞുകൊള്ളണമെന്നില്ല. അതേ സമയത്ത് പറഞ്ഞിട്ടൊരു പെണ്ണ് വഞ്ചിക്കാൻ വന്നാൽ ചിലപ്പോൾ മുസ്ലിയാര് വീണുപോകും. ഏതുപോലെ മശായിഖന്മാരെ പറ്റിക്കാൻ ശൈഖന്മാരുടെ രൂപത്തിലേ വരൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്ത് ചെയ്യണമെന്ന് മക്കക്കാര് ചർച്ച ചെയ്തു. മക്കക്കാര് ചർച്ച ചെയ്യുമ്പോൾ ചില ആളുകൾ പറഞ്ഞു നാട് കടത്താം, ചില ആളുകൾ പറഞ്ഞു ഒരു വിലക്കാം. ഇതൊക്കെ പറഞ്ഞപ്പോൾ സൗദി അറേബ്യയിലെ നജ്ദ് എന്ന പ്രവിശ്യയിലെ വലിയ ശൈഖിന്റെ രൂപത്തിൽ ഒരാൾ ഇങ്ങോട്ട് വന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച നജ്ദിൽ പോയി. നജ്ദ് എന്ന പ്രവിശ്യയിലെ ഒരു ശൈഖിന്റെ കോലത്തിൽ ഒരാൾ ഇങ്ങോട്ട് വന്നു. വന്നിട്ട് പറഞ്ഞു നാട് കടത്തിയാൽ ചിലപ്പോൾ തിരിച്ചു വന്നു കളയും, ഊര് വിലക്കിയാൽ അവിടെ ഇരുന്ന് പ്രവർത്തിച്ചു കളയും, അതുകൊണ്ടൊരു കാര്യം ചെയ്യണം, കൊന്നുകളയണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കൊന്നുകളയണം എന്ന് തീരുമാനം പറഞ്ഞത് നജ്ദിയായ ശൈഖിന്റെ രൂപത്തിൽ വന്ന ആളാണ്. അയാൾ ആരായിരുന്നു? ഇബ്ലീസ് ആയിരുന്നു. സുബ്ഹുൽ ഹുദാ വർ റശാദ് 7-ാം വാള്യം. അതുപോലെ തന്നെ മഹാന്മാരെല്ലാം സീറയുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞു
ഇബ്ലീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലണമെന്ന തീരുമാനം എടുപ്പിക്കാൻ ഇബ്ലീസ് വന്നത് നജ്ദുകാരനായ ശൈഖിന്റെ രൂപത്തിലായിരുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹബീബിനോട് പറഞ്ഞു, നബിയേ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ യമനിനാ വശാമിനാ എന്ന് ദുആ ചെയ്തപ്പോൾ നബി തങ്ങളോട് നജ്ദുകാർ പറഞ്ഞു, വഫീ നജ്ദിനാ യാ റസൂലല്ലാഹ്. 3 പ്രാവശ്യം പറഞ്ഞപ്പോഴും നബി തങ്ങൾ ദുആ ചെയ്യുന്നില്ല. അപ്പൊ ചോദിച്ചു, എന്തേ നബിയെ യമൻകാർക്കും ഷാമുകാർക്കും ദ്വാരക്കുന്ന നബി തങ്ങൾ നജിദുകാർക്ക് വേണ്ടി ദ്വാരക്കാത്തത്? അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, പിശാചിന്റെ കൊമ്പ് അവിടെ നിന്നാണ് വരിക, പിശാചിന്റെ നേതാവ് അവിടെ നിന്നാണ് വരിക, അതുകൊണ്ട് ഞാൻ ദ്വാരക്കുന്നില്ല. അപ്പൊ നബി തങ്ങൾ ദ്വാരക്കാത്ത നാട്ടുകാരാണ് നജിദുകാർ. വിശദമായി ഞാൻ കടക്കുന്നില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങളെ അവിടുത്തെ കൊല്ലണമെന്ന തീരുമാനം എടുപ്പിക്കാൻ വന്ന ഇബ്ലീസ് വലിയ നേതാവിന്റെ രൂപത്തിൽ ഇതുപോലെ റമദാൻ മാസമാകുമ്പോൾ വ്യത്യസ്ത ആളുകളുടെ പരിപാടിയും വെച്ചുകൊണ്ട് നമ്മുടെ ഉമ്മമാരൊക്കെ പണ്ട്, അതായത് കുറച്ചു മുമ്പ് ടി വി ഒക്കെ വ്യാപകമായപ്പോ റമദാൻ മാസമാകുമ്പോൾ ചെറിയൊരു ഈമാൻ കൂടും, അള്ളാഹു തആല ശൈത്താനൊക്കെ കെട്ടിയിടും, നരകമൊക്കെ അടച്ചു വെക്കും. അപ്പം കുറച്ചൊരു മാറ്റമൊക്കെ വരുമല്ലോ. അപ്പോൾ ടി വി ഒക്കെ മൂടിയിട്ട് വെക്കും, 1 മാസത്തേക്ക് റെസ്റ്റ്. അത് മാറ്റാൻ വേണ്ടിയിട്ട് ഇപ്പോഴേ പരസ്യം തുടങ്ങും. വരദാനങ്ങളുടെ വസന്തം സീരിയൽ, അങ്ങനെ റമദാൻ പുണ്യം ഇങ്ങനെ. അപ്പോൾ നമ്മുടെ ഉമ്മമാര് വീണ്ടും അതിന്റെ മുറ്റത്തേക്ക് പോയി. അതുകൊണ്ട് സൂക്ഷിക്കണം, അതിൽ പെട്ടുപോകാൻ പാടില്ല. എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഖുർആനിലേക്ക് മടങ്ങേണ്ട മാസമാണ്. മഹാന്മാര് മുഴുവനും ഖുർആനിലേക്ക് മടങ്ങിയ മാസമാണ്. قد صفد الشيطان فهرع مسرعا يا باغيا للخير لا تنظر غدا. മോനെ, പിശാച് നിന്നെ വഞ്ചിക്കാൻ വരുമ്പോ നീ അതിൽ പെട്ടുപോകാൻ പാടില്ല. അതുകൊണ്ട് മഹാന്മാരുടെ റമദാൻ ഖുർആൻ കൊണ്ട് സജീവമായ റമദാനാണ്. ഇനി രണ്ടാമത് മഹാന്മാരുടെ പണി എന്താണ്? രണ്ടാമത് അവരുടെ റമദാൻ നിസ്കരിക്കാനുള്ള റമദാനാണ്. ഖൂമൂ ലൈലഹാ വസൂമൂ നഹാറഹാ. അതിന്റെ പകലുകൾ നിങ്ങൾ നോമ്പെടുക്കണേ, അതിന്റെ രാവുകൾ നിങ്ങൾ ഇബാദത്ത് ചെയ്യണേ. ഉസ്മാനുൻ നഹ്ദി റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ 7 ദിവസം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ കഴിഞ്ഞുകൂട്ടി. ഹുവ വംറഅതുഹു വഖാദിമുഹു യഖ്സിമൂന അൽ-ലൈല സലാസൻ യുസല്ലി ഹാദാ വയുഖിദു ഹാദാ. ഞാൻ അവരുടെ കൂടെ കഴിച്ചുകൂട്ടി 7 ദിവസം. അവരെല്ലാവരും അബൂ ഹുറൈറ തങ്ങളും അവിടുത്തെ ഭാര്യയും അവിടെ കൂടെയുള്ളവരുമെല്ലാം രാത്രിയുടെ 1/3 ഭാഗം ഇബാദത്തിലാണ്. കിടക്കയിലേക്ക് വന്നിട്ട് വിരിപ്പൊന്ന് തടകി നോക്കും, അപ്പൊ നല്ല സോഫ്റ്റായ വിരിപ്പാണ്. എന്നിട്ട് മഹാനവറുകളെ പറയും, നരകത്തെ കുറിച്ച് ഓർക്കുമ്പോ ഇവിടെ കിടക്കാൻ കഴിയുന്നില്ല, ആബിദീങ്ങളുടെ ഉറക്കമൊക്കെ പോയി എന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ നിസ്കരിക്കാൻ നിൽക്കുന്നു. അബ്ദുല്ലാഹ് ഇബ്നു അബീ ബക്കർ റളിയല്ലാഹു അൻഹു അതാ മഹാനവറുകളെ പറയാണ്, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മുവത്തയിൽ നിവേദനം ചെയ്യുകയാണ്, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ചിട്ട് അത്താഴത്തിന് വേണ്ടി എത്തുമ്പോ പിന്നെ ഇടയത്താഴം കഴിക്കാൻ ഇടുങ്ങിയ ഒരു സമയമേ ഉണ്ടാകാറുള്ളൂ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ശിഷ്യനായ നാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, മഹാനവറുകൾ രാത്രി എല്ലാവരും പള്ളിയിൽ നിന്ന് പോയിട്ട് പിന്നെ മഹാനവറുകൾ പള്ളിയിലേക്ക് തിരിച്ചു വരുന്നു. എങ്ങനെയാണ്? കുടിക്കാനുള്ള വെള്ളവും ഒരു സഞ്ചിയൊക്കെ എടുത്തുകൊണ്ട് നേരെ പള്ളിയിലേക്ക് വരും. സുബഹി വരെ പള്ളിയിൽ തന്നെ. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങൾ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മകനാണ്. ഇബ്നുൽ ജൗസി അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തിയത് കാണാം, മഹാന്മാരായ ആളുകൾ 7 വിഭാഗമാണ് രാത്രി നിസ്കരിക്കുന്നതിൽ. ഒരു വിഭാഗം ആളുകളോ അവര് രാത്രി മുഴുവനും നിസ്കരിക്കുക തന്നെ. യുസല്ലി സുബ്ഹ ബിവുളൂഇൽ ഇശാ. ഇശാ നിസ്കരിച്ച അതേ വുളൂ കൊണ്ട് തന്നെ
സുബഹി നിസ്കരിക്കുന്ന മഹാന്മാർ. മാലിക് ഇമാം തങ്ങൾ അങ്ങനെയുണ്ട്, അബൂ ഹനീഫ തങ്ങൾ അങ്ങനെയുണ്ട്, മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അങ്ങനെയുണ്ട്. 40 റ്റണ്ടോളം മുതലായ ഇശനെ തോളുതോരുവാലെ 40 കൊല്ലം സുബ്ഹ് തോളുതോവർ. അതാ ഇശാ നിസ്കരിച്ച അതേ ഉളൂ കൊണ്ട് തന്നെ 40 കൊല്ലം സുബ്ഹ് നിസ്കരിക്കുന്നു. രാത്രി മുഴുവനും ഇബാദത്ത് തന്നെ. ചില ആളുകൾ രാത്രിയുടെ പകുതി നിസ്കരിക്കുന്നവരാണ്, ചില ആളുകൾ 1/3 നിസ്കരിച്ച് ബാക്കി ഉറങ്ങുന്നവരാണ്, ചില ആളുകൾ 1/6 ഭാഗം നിസ്കരിക്കുന്നവരാണ്, ചില ആളുകൾ 1/5 ഭാഗം നിസ്കരിക്കുന്നവരാണ്, ചില ആളുകൾ ഉറക്കം വരുമ്പോഴേ നിസ്കാരത്തിലാണ്, വേറെ ചില ആളുകൾ 4-2 റക്അത്ത് ദായിമാക്കുന്നവരാണ്. എന്നാൽ വേറെ 7ാമത്തെ വിഭാഗം ആളുകൾ മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ മുഴുവൻ നിസ്കാരത്തിൽ തന്നെ. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു റമളാനായാൽ റമളാനിൽ 300 റക്അത്ത് വീതം ദിവസേന നിസ്കരിച്ചിരുന്ന മഹാനാണ്. 4ാമത്തെ മദ്ഹബിന്റെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി. എന്റെ ഈമാനുള്ള ജനങ്ങളെ, ഞാൻ ഇത്രയും ഇവിടെ ഓർമ്മപ്പെടുത്തിയത് മുൻഗാമികൾ സ്വർഗത്തിലേക്ക് പോകുന്നത് വെറുതെയല്ല, അവര് റമളാൻ സജീവമാക്കിയിട്ടാണ്. അത് നോമ്പ് തുറക്ക് വിഭവം കൂട്ടിയത് കൊണ്ടല്ല, അത്താഴത്തിന് വിരുന്ന് കൂട്ടിയത് കൊണ്ടല്ല, അവര് നല്ല AC റൂമിൽ കിടന്നുറങ്ങിയത് കൊണ്ടല്ല, നല്ല മനോഹരമായ വസ്തുക്കൾ അനുഭവിച്ചത് കൊണ്ടല്ല. അവര് മുഴുവനും അല്ലാഹുവിലേക്ക് നോമ്പെടുക്കുകയും ഖുർആൻ ഓതുകയും അല്ലാഹുവിലേക്ക് ഇബാദത്ത് ചെയ്യുകയും ചെയ്തവരാണ്. മൂന്നാമതായി അവരുടെ അജണ്ട എന്താണ്? ശഹറുൽ ഖുർആൻ വ ശഹറുൽ ഖിയാം വ ശഹറുദ് ദുആ. ദുആഇന്റെ മാസമാണ്. കാരണം അദ്ദുആഉ മുഖുൽ ഇബാദ, ഇബാദത്തിന്റെ ഏറ്റവും മർമ്മമായ സ്ഥലം ദുആണ്. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് മഹാന്മാരുടെ മുഴുവനും റമളാൻ അവർ ആരാധന കൊണ്ട് സമ്പന്നമാക്കി. അതുകൊണ്ട് ഈ വരുന്ന റമളാൻ ഒരുങ്ങി സ്വീകരിക്കാൻ എനിക്ക് ഇത്ര ഖത്മ ഓതണം, എനിക്ക് ഇത്ര നിസ്കരിക്കണം, എനിക്ക് ഒരു ദിവസവും തറാവീഹ് നഷ്ടപ്പെടാൻ പാടില്ല, എനിക്ക് ഒരു ദിവസവും വിത്ർ നഷ്ടപ്പെടാൻ പാടില്ല, എനിക്ക് പരമാവധി ജമാഅത്തായി തന്നെ നിസ്കരിക്കണം എന്ന ചിട്ടയിലേക്ക് എന്റെയും നിങ്ങളുടെയും ജീവിതം ചിട്ടപ്പെടണമെന്ന ലക്ഷ്യത്തോടെയാണ് ഈ വേദി സംഘടിപ്പിച്ചത് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ഈ 2 ദിവസവും നിങ്ങളോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ, ഞാൻ എന്റെ നഫ്സിനെ ഓർമ്മപ്പെടുത്തുന്നു, അത് നിങ്ങളെ കേൾപ്പിക്കുന്നു. നാം ഈ റമളാൻ മുതലാക്കണം. അടുത്ത റമളാൻ നമുക്ക് കിട്ടുമെന്ന് ഉറപ്പില്ല. ഈ റമളാൻ തന്നെ നമ്മൾ വാതിൽക്കൽ എത്തിയിട്ടേ ഉള്ളൂ. അള്ളാഹുവിന്റെ ഔദാര്യമെങ്കിലേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് നന്നായി ദുആ ചെയ്യണം. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ദുആയ്ക്ക് ഇജാബത്ത് നൽകുമെന്ന പ്രതീക്ഷ വേണം. ഇവിടെയുള്ള ജീവിതം മുഴുവൻ താൽക്കാലികമാണ്. ആ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, നാളെ അല്ലാഹുവിങ്കിൽ സ്വർഗം നേടാൻ, അല്ലാഹുവിലേക്ക് ദുആ ചെയ്യുന്ന നല്ല സ്വലാഹിയത്തിന്റെ അവസ്ഥ വേണം. ഞാൻ ചുരുക്കി പറയുന്നു, ഇമാം ഇബ്നു അബി ദുനിയ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫീ കിതാബിദ് ദുആഇൽ മുസ്തജാബ്, ഉത്തരം കിട്ടുന്ന ദുആഇനെ കുറിച്ച് മഹാനവർകൾക്കൊരു ഗ്രന്ഥമുണ്ട്. ഓരോ ചെറിയ വിഷയത്തിലും സ്വതന്ത്രമായി ഗ്രന്ഥം എഴുതിയ മഹാനാണ് ഇബ്നു അബി ദുനിയ. കിതാബുൽ ലിസാൻ എന്നൊരു ഗ്രന്ഥമുണ്ട്, കിതാബു സുംത് എന്നൊരു ഗ്രന്ഥമുണ്ട്, കിതാബു ദമ്മിദ് ദുനിയ എന്നൊരു ഗ്രന്ഥമുണ്ട്. അങ്ങനെ ഒരുപാട് ഗ്രന്ഥം എഴുതിയ മഹാനാണ്. ഞാൻ ചുരുക്കി പറയുന്നു, ഇബ്നു അബി ദുനിയ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അബൂ മുഅല്ലഖ് എന്നറിയപ്പെടുന്ന ഒരാൾ മിൻ അസ്ഹാബിൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിയാണ്. കാന താജിറൻ ഫീ മാലിഹി വ മാലി ഗൈരിഹി, അദ്ദേഹം സ്വന്തം സമ്പാദ്യവും മറ്റുള്ളവരുടെ സ്വത്തുകളും വാങ്ങി കച്ചവടം ചെയ്യുന്ന ആളാണ്.
അയാൾ ഒരു വഴിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് മരുഭൂമിയിലൂടെ പോവുകയാണ്. ഫലഖിയഹു ഖാതിഉ തരീഖിൻ യുരീദു അൻ യഅഖുദ മാ മഅഹു മിൻ മാൽ വയഖ്തുലഹു. അതാ ഒരു ദിവസം ഈ വലിയ കച്ചവട സ്വത്തുമായി യാത്ര ചെയ്യുമ്പോൾ അയാളെ വഴിയിൽ തടഞ്ഞ് അപഹരിക്കാനും കൊന്നുകളയാനും ഒരാൾ തീരുമാനിച്ചു. ലാ ബുദ്ദ മിൻ ഖത്ലിക ഖബ്ലൽ മാൽ. അദ്ദേഹം പറഞ്ഞു, ഈ സ്വത്തെല്ലാം നിനക്ക് തന്നേക്കാം, നീ എന്നെ കൊല്ലരുത്. അപ്പോൾ കൊലയാളിയായി വന്നയാൾ പറഞ്ഞു, നിന്നെ കൊല്ലാതെ എനിക്ക് സ്വത്ത് വേണ്ട. അപ്പോൾ മഹാനവറുകൾ പറയാണ്, എന്നാൽ ഒരു കാര്യം ചെയ്യൂ, എന്റെ അവസാന സമയമല്ലേ, ഫദഇനി ഉസല്ലി ലിറബ്ബി 4 റക്അത്ത്. അതേ, നീ എന്നെ കൊല്ലാൻ തീരുമാനിച്ചു, നീ എന്റെ സ്വത്ത് അപഹരിക്കാനും തീരുമാനിച്ചു, തടയാൻ ഇവിടെ വേറെ ആരും ഇല്ല, എന്റെ അന്ത്യസമയമാണ്. എന്നാൽ ഞാനൊരു 4 റക്അത്ത് നിസ്കരിക്കാൻ എനിക്കൊരവസരം തരുമോ? ഫഖാല, അപ്പൊ കൊല്ലാൻ വന്നയാള് പറഞ്ഞു, സ്വല്ലി, നിന്റെ അന്ത്യാഭിലാഷമല്ലേ, നീ നിസ്കരിച്ചോ. ഫദഖല അർറജുലു ഫീ സ്വലാത്തിഹി. ആ നിസ്കാരത്തിലേക്ക് അയാൾ കടന്നു. വലമ്മാ സജദ ദഅ റബ്ബഹു ഖായിലാ. അല്ലാഹുവിനോടങ്ങ് ദുആ ചെയ്തു, യാ വദൂദ് യാ വദൂദ് ഫഅാലുൻ ലിമാ തുരീദ് യാ ദൽ അർശിൽ മജീദ് അസ്അലുക ബിമുൽകിക അല്ലദീ ലാ യുളാം وبعزك الذي لا يرام وبنور وجهك الذي ملأ أركان عرشك أن تفرج عني ما أنا فيه. അല്ലാഹുവേ, നീ പരമാധികാരിയാണ്, എന്നെ സഹായിക്കണേ റബ്ബേ, എന്നെ സഹായിക്കണേ റബ്ബേ. അങ്ങനെ ഈ മനുഷ്യൻ, സ്വഹാബിയായ മനുഷ്യൻ, അബൂ മുഅല്ലഖ് എന്നറിയപ്പെടുന്ന മനുഷ്യൻ, നിസ്കാരത്തിൽ നിന്ന് അങ്ങ് കഴിഞ്ഞു തീർക്കുമ്പോഴേക്ക് ഇത് ജാഅ റജുലുൻ യർകബു ജവാദൻ വസൈഫുഹു ബൈന ഉദ്നൈ ജവാദിഹി വതഖദ്ദമ ഇലൽ ലിസ്തി വദറബഹു ദർബതൻ അതാഹ ബിഹാ ഉനഖഹു. അതാ ഒരു വാഹനത്തിന്മേൽ ഒരാൾ ഇങ്ങോട്ട് വന്നിട്ട് ഈ കൊല്ലാൻ വന്നയാളുടെ വഴിക്കൊള്ളക്കാരനായ ആളുടെ നേരെ വന്നിട്ട് വാളെടുത്തൊരൊറ്റ വെട്ടാണ്, കഴുത്തങ്ങ് തെറിച്ചു പോകുന്നു. ഫഖാല ലഹു മൻ അൻത വമൻ അല്ലദീ അർസലക. അപ്പോൾ റസൂലുള്ളാഹിന്റെ സ്വഹാബി ചോദിക്കുന്നു, നിങ്ങൾ ആരാണ്, നിങ്ങളെ അയച്ചതാരാണ്? വമിൻ അയ്യിൽ ബിലാദി അൻത, നിങ്ങൾ ഏത് നാട്ടുകാരനാണ്? ഖാല അന മലകും മിനസ് സമാഇർ റാബിഅ, ഞാൻ ആ 4ാം ആകാശത്തുള്ള ഒരു മലക്കാണ്. ഹീനമാ ഖുൽത യാ മുഗീസ് അഗ്സ്നി യാ മുഗീസ് അഗ്സ്നി യാ മുഗീസ് അഗ്സ്നി എന്ന് നിങ്ങൾ ദുആ ചെയ്തപ്പോൾ ഞാൻ റബ്ബിനോട് പറഞ്ഞു, റബ്ബേ, അയാളെ സഹായിക്കാൻ എന്നെ അയക്കണമെന്ന്. അങ്ങനെ റബ്ബ് നിയോഗിച്ചിട്ട് വന്നയാളാണ് ഞാൻ. അല്ലാഹു അയച്ചതാണ് എന്നെ, ഞാനാണ് അവനെ വകവരുത്തി കളഞ്ഞത്. എന്റെ മുഅ്മിനീങ്ങളെ, മുഹിബ്ബീങ്ങളെ, ദുആയ്ക്ക് ഉത്തരമുണ്ടെന്ന വിശ്വാസം വേണം. അല്ലാഹുവിനോട് ദുആയിരുന്നാൽ നമ്മൾ ഇച്ഛിക്കുന്ന സമയത്ത് എല്ലാം കിട്ടിക്കൊള്ളണമെന്നില്ല. അല്ലാഹുവിനോട് ദുആ ചെയ്താൽ അല്ലാഹു ആകുന്ന പരമാധികാരിക്ക് അറിയാം, അവൻ നമുക്ക് തരേണ്ട സമയത്ത് നൽകാൻ അധികാരമുള്ളവനാണ്. നമ്മൾ സ്നേഹിക്കുന്ന മക്കൾ കുഞ്ഞു പ്രായത്തിൽ അവർ ചില ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ നമ്മൾ നൽകുന്നില്ല. കാരണം അതവർക്ക് നല്ലതല്ലാത്തത് കൊണ്ടാണ്. ചെറിയൊരു കുട്ടി, ആ കുട്ടി ഒരു കത്തിയെടുക്കുമ്പോൾ നമ്മൾ പിടിച്ചു വാങ്ങുന്നു. കാരണം ആ കുട്ടി കരയുകയും ചെയ്യുന്നു. പക്ഷേ എന്തേ ആ കുട്ടി ഇഷ്ടപ്പെട്ടെടുത്ത കത്തി നമ്മൾ കൊടുക്കാത്തത്? അതവന് നാശമാണെന്ന് കണ്ടതുകൊണ്ടാണ്. അപ്പോൾ ചിലപ്പോൾ റബ്ബ്, നമ്മളെ അറിയുന്ന റബ്ബ്,
റബ്ബ് നമുക്ക് ചിലത് തരുന്നില്ല. ചില മക്കൾ അതായ SSLC കഴിയുമ്പോൾ ബൈക്ക് ചോദിക്കുന്നു, സ്നേഹമുള്ള രക്ഷിതാവ് നൽകുന്നില്ല. കാരണം അവൻ ആക്സിഡന്റ് ആയി പോയാലോ എന്ന ചിന്തയാണ്. അതുപോലെ ചിലത് റബ്ബിനോട് ചോദിക്കുമ്പോൾ നമുക്കത് ആ സമയത്ത് ഖൈറല്ലെങ്കിൽ റബ്ബ് നൽകിക്കൊള്ളണമെന്നില്ല. അങ്ങനെ റബ്ബിനാണ് പരമാധികാരി. ഏതായാലും ചോദിച്ചത് അല്ലെങ്കിൽ ബോധിച്ചത് അല്ലെങ്കിൽ ആഖിറത്തിൽ കൂലി മൂന്നാലൊന്ന് ദുആയിക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ റബ്ബിനോട് ദുആ ഇറക്കണം, ഉടമസ്ഥനായ റബ്ബിനോട് ദുആ ഇറക്കണം. മുസ്ലിങ്ങളായ നമ്മൾ എത്ര വലിയ ഭാഗ്യവാന്മാരാണ്. ചോദിക്കാനൊരു റബ്ബുണ്ട്, സ്നേഹിക്കാനൊരു നബിയുണ്ട്, ഓതാനൊരു കിതാബുണ്ട്, സമാധാനിക്കാനൊരു പടച്ചവനുണ്ട്. നമുക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഒരു മുഅ്മിൻ പറയുന്നു ഇന്നാലില്ലാഹ്, ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ. ഇന്നാലില്ലാഹ് അല്ലാഹുവിന്റെ ഖളാ അല്ലേ. ഇത് പറയാൻ ഈമാനുള്ളത് കൊണ്ടല്ലേ നമുക്ക് കഴിയുന്നത്. ഈമാനില്ലാത്ത വിശ്വാസമില്ലാത്ത ജനങ്ങൾ അത് കാണുമ്പോഴേക്ക് സൂയിസൈഡ് ചെയ്യുന്നു, അത് കാണുമ്പോഴേക്ക് മറന്നു പോകുന്നു. നമുക്ക് സമാധാനിക്കാൻ ഒരു റബ്ബ് നമുക്കില്ലേ? നമ്മൾക്ക് അങ്ങനെ ഒരു വിശ്വാസം അല്ലാഹു നൽകിയില്ലേ? അതാ വളരെ വേണ്ടപ്പെട്ടവര് മരിക്കുമ്പോ ആദ്യം സങ്കടപ്പെടുന്നു, പിന്നെ നമ്മുടെ മനസ്സിൽ ഒരു മറുപടി, അള്ളാന്റെ ഖളാ അല്ലേ, അല്ലാഹ് തന്നതല്ലേ, തിരിച്ചു കൊടുക്കേണ്ടതല്ലേ. ഈ ഒരു ഈമാൻ റബ്ബ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് റമളാനിന്റെ രാത്രി കരയാനുള്ള രാത്രിയാണ്. ഹബീബ് കരഞ്ഞിട്ടുണ്ട്, സിദ്ദീഖുൽ അക്ബർ തങ്ങൾ കരഞ്ഞിട്ടുണ്ട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ കരഞ്ഞിട്ടുണ്ട്, അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ കരഞ്ഞിട്ടുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ തങ്ങൾ പറയുന്നു, ഒരു സുബഹിക്ക് ഞാൻ എൻ്റെ ഉപ്പ ഇമാമാണ്, ഞാൻ മൂന്നാമത്തെ സഫിലാണ്. ഞാൻ പള്ളിയിലേക്ക് ചെന്നപ്പോൾ ഉപ്പ ഖുർആൻ ഓതി കരയുകയാണ്. ആ തേങ്ങൽ എനിക്ക് മൂന്നാമത്തെ സഫിൽ നിന്ന് കേൾക്കാമായിരുന്നു. മറ്റൊരു നിവേദനത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ഓതിയിട്ട് ചിലപ്പോൾ അവിടുത്തെ നെഞ്ചത്ത് നിന്ന് വറവ് ചട്ടിയിൽ പൊരിയുന്ന ശബ്ദമാണ് ഹബീബിന്റെ നെഞ്ചത്ത് നിന്ന് കേൾക്കുന്നത്. അവിടുന്ന് ഖുർആൻ ഓതിയിട്ട് കരയുകയാണ്. കരയേണ്ട മാസമാണ്. കണ്ണുനീരുകൊണ്ടേ നരകത്തിന്റെ തീയണയ്ക്കാൻ പറ്റൂ. അല്ലാതെ അറബിക്കടലിലെ വെള്ളം മുഴുവൻ ഒഴിച്ചാലും നരകത്തിന്റെ തീയണയൂല. അതേ സമയത്ത് ഒരിറ്റു കണ്ണുനീര് റബ്ബിനെ ഭയന്നിട്ട് നിലത്ത് വീണാൽ അതുകൊണ്ട് നരകത്തിന്റെ തീയണയും. ഈ റമളാൻ വെറുതെയാകരുത്. ഞാൻ എൻ്റെ ഇത്രയും സമയം ഇവിടെ ചെലവഴിച്ചത് കേവലം ഒരു വഅദ് നടത്തി പോകാനല്ല. എനിക്കും നിങ്ങൾക്കും ഇതുകൊണ്ട് ഉപകാരം കിട്ടി. ഈ വരുന്ന റമളാനിൽ ഇതനുസരിച്ച് പ്രയോഗവൽക്കരിച്ച് നന്നാകാനാണ്. റബ്ബേ, ഞങ്ങളെ നീ സ്വീകരിക്കണം റഹ്മാനേ. ഇനി റമളാനിലെ ഒരു വിശേഷം കൂടി പറയാം. ഒന്ന് നമ്മൾ പറഞ്ഞു ഖുർആൻ ഓതലാണ്. രണ്ട് നാം ഓർമ്മപ്പെടുത്തി രാത്രി നിന്ന് നിസ്കരിക്കലാണ്. മൂന്ന് നാം ഓർമ്മപ്പെടുത്തി ദുആഇന്റെ മാസമാണ്. നാലാമത്തത് പറയട്ടെ, അസ്സലാത്തു അലാ റസൂലില്ലാഹ്. മുൻഗാമികൾക്ക് റമളാൻ കൊയ്ത്തുകാലമാണ്, നല്ല വരവുള്ള കാലമാണ്. മൂന്നാമത്തത് അല്ലാഹുവിന്റെ ഹബീബിന്റെ മേൽ നമ്മൾ സ്വലാത്ത് ചൊല്ലണം. ഒരുപാട് വിഷയം ഞാൻ ഇടയ്ക്ക് വിട്ടുകളഞ്ഞിട്ടുണ്ട്. റമളാൻ സംഭാവന നൽകേണ്ട മാസമാണ്, സദഖ നൽകേണ്ട മാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമളാനായാൽ വളരെ വലിയ ഔദാര്യവാനാണ്. നബി തങ്ങൾ എപ്പോഴും അങ്ങനെ തന്നെ, ചോദിച്ച ഒരാളെയും നിരാശരാക്കിയിട്ടില്ല. നഹീ സുൻതാ ഹി നഹീ മാംഗിനെ വാലാ തേരാ, ചോദിച്ച ഒരാളോടും ഇല്ലെന്ന് പറഞ്ഞിട്ടില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമളാനായാൽ ഏറ്റവും വലിയ ഔദാര്യമാണ്. കർരീഹൽ മുർസല, അടിച്ചു വീശുന്ന കാറ്റ് പോലെയാണ്. ഹദീസിൽ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു. അടിച്ചു വീശും
വീശുന്ന കാറ്റ് എല്ലായിടത്തും എത്തും. അതുപോലെയാണ് നബിതങ്ങളുടെ ഔദാര്യം എല്ലായിടത്തും എത്തും. വ്യാപകമായ ഔദാര്യത്തിന്റെ ഉടമയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ റമദാൻ മാസത്തിൽ നമ്മൾ നന്നായി സംഭാവന ചെയ്യണം. പള്ളിക്കും മദ്രസയ്ക്കും പാവപ്പെട്ടവർക്കും യതീമുകൾക്കും മിസ്കീന്മാർക്കും ഒക്കെ സഹായിക്കണം. എന്നിട്ട് സക്കാത്തോ, ആ സക്കാത്ത് കച്ചവടത്തിന്റെ വർഷം കണക്കാക്കിയിട്ട് കൃത്യമായി കൊടുക്കണം. അത് കൂട്ടിക്കുഴക്കാൻ പാടില്ല. റമദാനിൽ കുറെ സംഭാവന കൊടുത്താൽ സക്കാത്ത് കൊടുക്കില്ല. റമദാനിൽ പത്തിയ കരി വാങ്ങി വെച്ചിട്ട് വീട്ടിൽ വരുന്നവർക്കെല്ലാം നാഴിയരി വീതം കൊടുത്താൽ സക്കാത്ത് കൊടുക്കില്ല. റമദാനിൽ കുറെ ചില്ലറ വാങ്ങി വെച്ചിട്ട് ചില്ലറ കൊടുത്താൽ സക്കാത്ത് വീടൂല. സക്കാത്തിനെ കുറിച്ച് മാത്രം സാധുവായി ഞാൻ സംസാരിച്ച ക്ലാസ് ഉണ്ട്. അതിൽ വിശദമായി അതിന്റെ കണക്കുകൾ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ആഴ്ചയിൽ 22, 21, 22 തീയതികളിൽ ബാംഗ്ലൂരിൽ വെച്ച് കുറെ അധികം മുതലാളിമാരെ മാത്രം സംഘടിപ്പിച്ചുകൊണ്ടുള്ള സക്കാത്തിന്റെ പ്രത്യേകമായ പ്രസന്റേഷനോട് കൂടിയുള്ള ക്ലാസ് അവിടെയുള്ള ആളുകൾക്ക്, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ക്ലാസ്സാണ്. അപ്പോൾ സക്കാത്ത് എന്ന് പറഞ്ഞാൽ അത് കച്ചവടത്തിന്റെ വർഷം തികയുമ്പോൾ, സമ്പത്തിന്റെ വർഷം തികയുമ്പോൾ, വിളവെടുക്കുമ്പോൾ, അങ്ങനെ ഓരോന്നിനും അതിൻ്റെതായ അനുപാതത്തിൽ സക്കാത്ത് കൊടുക്കണം. ആ സക്കാത്തും സദഖയും കൂട്ടിക്കൊടുക്കൂല. ചില ആളുകൾ വലിയ സംഭാവനകൾ നൽകും, പക്ഷേ സക്കാത്ത് കൊടുക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ കുറ്റത്തിൽ നിന്ന് ഒഴിവാവുകയില്ല. സക്കാത്ത് കൊടുത്തേ പറ്റൂ. ഇൻഷാ അല്ലാഹ് സൗകര്യപ്പെട്ടാൽ നമുക്ക് നമ്മുടെ ക്ലാസുകൾ അത് വിശദീകരിക്കും. ഉസ്താദുമാർ പള്ളിയിൽ വെച്ചുകൊണ്ട് അത് വിശദമായി സംസാരിക്കും. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ അവസാനമായി പറഞ്ഞു നിർത്തുന്നു. റമദാൻ മാസം അസ്സലാത്തു അലാ റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലേണ്ട മാസമാണ്. ഹബീബിലേക്ക് ലയിച്ചുകൊണ്ട് സ്വലാത്ത് വർദ്ധിപ്പിക്കേണ്ട മാസമാണ്. ഹിം ബിസ്സലാത്തി അലൻ നബി ഫഇന്നഹാ സകനുൽ ലഹും ദിക്റുൽ ഹബീബി വമദ്ഹുഹാ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുന്ന് മദ്ഹ് ചെയ്യലും അവിടുത്തെ അനുസ്മരിക്കലും വളരെ പുണ്യമുള്ള കാര്യമാണ്. അതിലേക്ക് നമ്മൾ കൂടുതൽ അടുത്തിട്ട് റമദാൻ മാസത്തിൽ റസൂലുള്ളാഹിനെ കണ്ട മഹാന്മാരുണ്ട്. അതുപോലെ റസൂലുള്ളാഹിനെ ഒന്ന് കാണണം കേട്ടോ. അതിനുള്ള അവസരമായി അല്ലാഹു റമദാൻ നൽകട്ടെ ഇൻഷാ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുള്ള ഒരു സംഭവം പറഞ്ഞുകൊണ്ട് ദുആ ചെയ്ത് നമുക്ക് നിർത്താം. അലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങളോട് അതാ അവിടുത്തെയുടെ മഹബ്ബത്ത് വെച്ചുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ ആ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തിന് ഇരയാകുന്നു. ഹബ്ബുൻ നബി വമദ്ഹുഹു ഖൈറുൽ അമൽ ഫഅസൽ ഇലാഹു ബിഹി യുബല്ലിഗുൽ അമൽ വലഹു ബിനൈലി ശഫാഅത്തിൻ ത്വാഹ കഫൽ ഇൻദൽ ഇലാഹി മുനഅമൻ തനീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെച്ച ഒരുപാട് മഹാന്മാർ അവർ സ്വലാത്ത് ചൊല്ലി ജീവിക്കുന്നു. അവരുടെ മുഴുവനും ചരിത്രം അയിമ്മത്ത് രേഖപ്പെടുത്തുമ്പോൾ ഒരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. കഴിയുന്നവരൊക്കെ സംഭാവന സംഘാടകരോട് പറയണം. അതാ ഉമ്മമാരുടെ ഭാഗത്തേക്ക് സംഘാടകർ വന്നിട്ടുണ്ട്. നിങ്ങളെ കൊണ്ട് കഴിയുന്ന സംഭാവനകൾ പറയണം. ഞാൻ അവസാനിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട സുലൈമാൻ അൽ ജസൂലി റളിയല്ലാഹു അൻഹു നടന്നു പോവുകയാണ്. സുലൈമാനുൽ ജസൂലി ആരാണ്? ദലായിലുൽ ഖൈറാത്ത് എന്ന കിതാബിന്റെ രചയിതാവ്, വലിയ മഹാൻ, ലോകം മുഴുവനും അറിയപ്പെടുന്ന പണ്ഡിതൻ സുലൈമാനുൽ ജസൂലി. നിങ്ങൾക്കറിയുമോ, മൊറോക്കോക്കാരും ആഫ്രിക്കക്കാരും ഏഷ്യക്കാരും എല്ലാവർക്കും സുലൈമാനുൽ ജസൂലി അറിയാം. മഹാനവറുകളെ കുറിച്ച് മാത്രം പ്രസംഗം നടത്താൻ മാത്രം ചരിത്രമുള്ള മഹാനാണ്. ആ സുലൈമാനുൽ ജസൂലി റളിയല്ലാഹു അൻഹു നടന്നു പോകുന്ന സമയത്ത് അതാ വഴിയിൽ വെച്ചുകൊണ്ട് വുളു എടുക്കണം, വെള്ളമില്ല. കിണറിന്റെ അടുക്കൽ ചെന്നപ്പോൾ കോരിയെടുക്കാൻ ബക്കറ്റില്ല.
സുലൈമാനുൽ ജസൂലി തങ്ങൾ നിൽക്കുന്നു. അപ്പൊ ഒരു പെൺകുട്ടി, ചെറിയ പെൺകുട്ടി ഇങ്ങോട്ട് ഓടി വന്നിട്ട് ചോദിക്കുന്നു, ഉസ്താദേ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? ഉടനെ പറയുന്നു, ഉസ്താദ് മോളെ ഒതുവെടുക്കാൻ വെള്ളമില്ല, കിണറ്റിൽ വെള്ളമുണ്ട്, കോരാൻ പാത്രമില്ല. അപ്പൊ ചോദിച്ചു, ഉസ്താദ് എന്തിനാ വിഷമിക്കണത് എന്ന് പറഞ്ഞിട്ട് എന്തോ ഒന്ന് മന്ത്രിച്ചിട്ട് ഈ കുട്ടി കിണറ്റിലേക്ക് അങ്ങ് തുപ്പിയപ്പോൾ വെള്ളം അങ്ങനെ ഉയർന്നു വന്നിട്ട് കിണർ ഹൗദ് പോലെ ഒതുവെടുത്തു കഴിഞ്ഞപ്പോൾ ഞാനീ പറയുന്നത് ദലാഇലുൽ ഖൈറാത്തിന്റെ മുഖദ്ദിമയിൽ ബഹുമാനപ്പെട്ട സുലൈമാനുൽ ജസൂലി റളിയല്ലാഹു അൻഹു ആ വെള്ളത്തിൽ നിന്ന് ഒതുവെടുക്കുന്നു. എന്നിട്ട് ചോദിച്ചു, മോളെ നീ എന്താണ് ചെയ്തത്? അപ്പോൾ പറയുന്നു, ഞാൻ മറ്റൊന്നുമല്ല ചെയ്തത്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയിട്ടങ്ങ് തുപ്പിയതാണ്. നിങ്ങൾക്ക് അതിന്റെ മഹത്വം അറിയില്ല അല്ലേ? എന്റെ സദസ്സിനോട് ഞാൻ വിനയപൂർവ്വം പറയുന്നു, അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഞാൻ ഇവിടെ പറഞ്ഞ എല്ലാ സംഭവങ്ങളും ഇമാമിങ്ങളുടെ കിതാബിൽ കണ്ടതല്ലാതെ പറഞ്ഞിട്ടില്ല. അപ്പോൾ സുലൈമാനുൽ ജസൂലി റളിയല്ലാഹു അൻഹു അവിടെ വെച്ചങ്ങ് തീരുമാനിച്ചു സ്വലാത്തിൽ ഒരു കിതാബ് എഴുതാൻ. അങ്ങനെ എഴുതിയ കിതാബാണ് ദലായിലുൽ ഖൈറാത്ത്. ലോകത്ത് മുഴുവനും കോടിക്കണക്കിന് ജനങ്ങൾ ചൊല്ലുന്ന സ്വലാത്തിന്റെ കിതാബാണ്. മാത്രമല്ല 40 കൊല്ലം മദീനത്തിരുന്നിട്ട് സുലൈമാനുൽ ജസൂലി തങ്ങൾ സ്വലാത്ത് ചൊല്ലി. അപ്പോൾ റസൂലുള്ളാഹി തങ്ങളുടെ വിശേഷണം പറയുമ്പോൾ പര്യായ പദങ്ങൾ, സിനണിംസുകൾ, മുത്തറാദിഫാത്തുകൾ ഉപയോഗിച്ചു. അതുകൊണ്ടാണ് ദലായിലിന് വ്യത്യസ്ത പദാവലികൾ ഉണ്ടായതെന്ന് യൂസുഫ് നബ്ഹാനി റഹിമഹുല്ലാഹ് ദലായിലിന്റെ വിശദീകരണത്തിൽ എഴുതുന്നു. ആ മഹാനായ സുലൈമാനുൽ ജസൂലി തങ്ങൾ വഫാത്തായി. മറാക്കിഷിലെ പള്ളിയുടെ മുറ്റത്ത് മഹാനവറുകളെ ഖബറടക്കി. 33 കൊല്ലം കഴിഞ്ഞു. അതാ പള്ളിയുടെ വികസനത്തിനു വേണ്ടി ആ മഹാനവറുകളുടെ ഖബർ തുറക്കുമ്പോ സുലൈമാനുൽ ജസൂലി തങ്ങളുടെ ശരീരത്തിന് കേടുവന്നിട്ടില്ലെന്ന് മാത്രമല്ല, നല്ല വെളുത്ത മനുഷ്യനാണ്. കൈ അവിടുത്തെ മുഖത്തൊന്ന് അമർത്തിത്തടകിയപ്പോ രക്തം നീങ്ങുന്നത് കാണുന്നുണ്ട്. ആ നിലക്ക് പച്ചയായ ശരീരമാണ്. മുടി ചെറുതായി വെട്ടിയപ്പോഴാണ് ഖബറടക്കിയതെന്ന് പ്രായമുള്ളവർ പറഞ്ഞു. അതേ പടിയിൽ തന്നെ തലയിലെ മുടിയും കാണുന്നുണ്ട്. ആ നിലയിൽ സുലൈമാനുൽ ജസൂലി റളിയല്ലാഹു അൻഹുവിനെ കാണുന്നു. ഇനി ആരും ഈ വിഷയത്തിൽ സംശയിക്കാതിരിക്കാൻ ഞാനൊന്ന് പറയാം. 1921 അതാ ബഗ്ദാദിന് സമീപം ഇറാഖിൽ 2 സ്വഹാബിമാരുടെ ഖബർ തുറന്നിട്ടുണ്ട്. ആ സ്വഹാബിമാരുടെ ശരീരത്തിന് കേടുവന്നിട്ടില്ല. വർഷം പറഞ്ഞത് മാറിയതല്ല, 1921 അത് രേഖപ്പെടുത്തിയതാരാണ്? അവിടുന്ന് വിദേശകാര്യ സേവനങ്ങളിൽ പ്രവർത്തിച്ച പാകിസ്ഥാനിന്റെ വിദേശ അംബാസഡറായ ഡോക്ടർ തഖി ഉസ്മാനി അദ്ദേഹത്തിന്റെ ജഹാനെ ദീദ എന്ന യാത്രാ ഡയറിയിൽ ഈ വിഷയം എഴുതിയിട്ടുള്ളത് കാണാം. പോരെങ്കിൽ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ 3 പ്രാവശ്യം തുറക്കാൻ ഒരുങ്ങിയെന്നും 3 പ്രാവശ്യവും പരാജയപ്പെട്ടത് മഹാനവറുകളുടെ അങ്ങേയറ്റത്തെ ഖറാബത്താണെന്നും താരീഖുൽ ഇമാം ശാഫിഈയിൽ കാണാം. ഇൻഷാ അല്ലാഹ് വേണ്ടി വന്നാൽ വേറെയും സംഭവങ്ങൾ പറയാം. ഏതായാലും സുലൈമാനുൽ ജസൂലി തങ്ങളുടെ ശരീരം സ്വലാത്തു ചൊല്ലി ഹബീബിലേക്ക് അടുത്തപ്പോൾ അവിടുത്തെ ശരീരത്തിന് കേടുവന്നിട്ടില്ല. അതുകൊണ്ട് ആദിമി സ്വലാത്ത് അലൻ നബി വ ആലിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ പരമാവധി സ്വലാത്ത് ചൊല്ലിക്കോ. അതുവഴി റസൂലുള്ളാഹിനെ കാണാം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നബി സല്ലല്ലാഹു
അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണൽ വലിയ ഒരു ഭാഗ്യമാണ്. ഇതാ എന്റെ കയ്യിലുള്ള ഗ്രന്ഥം കണ്ടോ, റസൂലുള്ളാഹി തങ്ങളെ സ്വപ്നത്തിലും ഉണർവിലുമായി കണ്ടവരുടെ ലിസ്റ്റ് പറയുന്ന കിതാബാണ് മുഅ്ജമു മൻ റആ സയ്യിദൽ ഖൽഖി ബിൽ യഖ്ളതി വൽ മനാം. റസൂലുള്ളാഹിനെ ഉറക്കിലും ഉണർവിലും കണ്ട നൂറുകണക്കിന് മഹാന്മാരെ പറയുന്ന ഗ്രന്ഥമാണ്. വേറെ 100 പേരെ മാത്രം പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. എന്നാണ് ഗ്രന്ഥത്തിന്റെ പേര്. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് 100 മണിക്കൂർ പ്രസംഗങ്ങൾ ഈ വിഷയത്തിൽ പറഞ്ഞതിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല. അള്ളാഹു നമ്മെ മുഴുവനും സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മളെ മുഴുവനും അള്ളാഹു തഖ്വയുള്ളവരിൽ പെടുത്തട്ടെ. പറയട്ടെ, റമളാൻ മാസത്തിലെ 3 പത്തിലും റസൂലുള്ളാഹിനെ കണ്ട മഹാനാണ് ഇമാം അബുൽ ഹസൻ അൽ അശ്അരി റളിയല്ലാഹു അൻഹു. റമളാനിലെ ഓരോ പത്തിലും റസൂലുള്ളാഹിനെ മനാമിൽ കണ്ടു. ആര് പറഞ്ഞു? ഇമാം ഇബ്നു അസാക്കിർ റഹിമഹുല്ലാഹ് പറഞ്ഞു. തബീനു കദിബിൽ മുഫ്തരി അലാ മാ നുസബ ഇലൽ ഇമാം അൽ അശ്അരി എന്ന കിതാബിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമളാനിലെ 3 പത്തിലും കണ്ടു. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഓ അബുൽ ഹസനേ, ഉൻസുർ അൽ മദാഹിബൽ മർവിയ്യത അന്നി യാ അബുൽ ഹസൻ. ഓ അബുൽ ഹസനേ, നിങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ ദഅവത്തിന് വേണ്ടി, പ്രചരണത്തിന് വേണ്ടി ഇറങ്ങണം. അപ്പോൾ പറഞ്ഞു, എന്റെ ഉസ്താദ് പഠിപ്പിച്ചു തന്ന ചില വിദണ്ഡവാദങ്ങളുണ്ട്. ഞാൻ അതിന് മറുപടി പറയാൻ ഇറങ്ങിയാൽ അത് പ്രശ്നമാകില്ലേ നബിയേ? ഇല്ല ഇല്ല. അപ്പോൾ റമളാനിന്റെ 27-ാം രാവ് ജനങ്ങളെ മുഴുവനും ഖത്തും ആക്കിയിട്ട് ദുആ ചെയ്യുന്ന രാത്രിയാണ് ഞങ്ങളുടെ നാട്ടിൽ. എല്ലാവരും അതിന് പുറപ്പെട്ടു. എനിക്ക് പോകാൻ കഴിയുന്നില്ല. ഞാൻ വീട്ടിലിരിക്കുമ്പോൾ വളരെ വിഷമത്തിലാണ്. അപ്പോഴാണ് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് മയങ്ങിയപ്പോഴേക്ക് ഹബീബിനെ കണ്ടുപോയി. ഹബീബ് പറഞ്ഞു, ഓ അബുൽ ഹസനേ, നിങ്ങൾ ദീനിന്റെ പ്രചരണത്തിന് ഇറങ്ങിക്കോ. അങ്ങനെ ഇറങ്ങിയ മഹാനാണ് അബുൽ ഹസൻ അൽ അശ്അരി. ആ അശ്അരി ഇമാമിനെ പിൻപറ്റിയ മഹാന്മാരാണ് പിൽക്കാലത്ത് വന്ന ഇമാമുൻ നവവി, അതുപോലെയുള്ള ബഹുമാനപ്പെട്ട ഇമാമുൽ ഗസാലി. അവരെല്ലാം അങ്ങനെ അബുൽ ഹസൻ അൽ അശ്അരി തങ്ങളുടെ അനുയായികളാണ്. അല്ലാഹു തആല മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് ഈ റമളാനിൽ റസൂലുള്ളാഹിനോട് മഹബ്ബത്ത് വർദ്ധിച്ച്, ഇഷ്ഖ് വർദ്ധിച്ച് കാണുന്ന സ്വാലിഹീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി